പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം. യേശു നമ്മളെ പഠിപ്പിച്ചു, നമ്മളോട് പറഞ്ഞു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. അപ്പം നമുക്ക് മടുപ്പ് കൂടാതെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്ന സമയങ്ങളിൽ, ചിലപ്പോൾ ഈ വെയിലുള്ള സമയത്തൊക്കെ നടന്നു പോയിട്ടില്ലേ, അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ തണൽ കിട്ടാൻ വേണ്ടി, ഇപ്പോൾ ചെറുപ്പത്തിലൊക്കെ, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത്, നമ്മൾ സ്കൂളിലോട്ട് പോകുന്ന സമയത്തും നമ്മൾ പല സമയങ്ങളിലൊക്കെ നമ്മളൊക്കെ നടന്നിട്ടുണ്ടല്ലോ. നമുക്ക് ബസ് കയറാൻ പോകുന്ന സമയത്തൊക്കെ നമ്മൾ നടന്നിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ നടക്കാറുണ്ടല്ലോ. അപ്പോൾ നമ്മൾ നല്ല വെയിലുള്ള സമയത്തൊരു തണൽ നൽകുന്നൊരു വൃക്ഷത്തിൻ്റെ അടുത്ത് വരുമ്പോൾ നമുക്ക് ആ ഒരു തണൽ നൽകുന്നൊരു ആശ്വാസം അല്ലേ. നമ്മൾ അതുപോലെ ആത്മാവിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നൽകുന്ന വലിയൊരു വിശ്രമമുണ്ട്. ഇന്ന് വൈകിട്ട് കടന്നുറങ്ങാൻ പോലും പറ്റാതെ വണ്ണം ബുദ്ധിമുട്ടിയായിരിക്കും ഇന്ന് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം നമ്മുടെ ഉള്ളിൽ നിറയപ്പെടും. ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ സഹനത്തിലായിരിക്കട്ടെ, ചില വെല്ലുവിളികളുടെ ഒക്കെ നടുവിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയുമ്പോൾ നമുക്ക് വലിയൊരു സമാധാനം ഉള്ളിൽ വരുവാണ്. നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സമാധാനം, സ്വസ്ഥതയും ദൈവം നൽകുവാണ്. പിന്നെ ദൈവം തന്നെ നമ്മുടെ വിഷയത്തെ ടേക്ക് ഓവർ ചെയ്ത് നമുക്ക് വേണ്ടി ഇടപെടും. ഇന്ന് വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങൾ ഇന്ന് ഒരു കുടുംബമായി അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ ഞങ്ങൾ കാണുന്നുണ്ട്, യേശുവിൻ്റെ രക്തത്തിലൂടെ വിശുദ്ധ സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് പ്രവേശിക്കുവാൻ ഇപ്പോൾ മനോധൈര്യമുണ്ട്. ഞങ്ങളുടെ ഒരു യോഗ്യത കൊണ്ടുമല്ല, യേശു ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ പരിഹാരബലിയായി തീർന്നതിൻ്റെ ഒരേ ഒരു യോഗ്യതയാൽ, യേശുവിൻ്റെ വിലയേറിയ രക്തത്തിൻ്റെ യോഗ്യതയാൽ, ആ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് യേശുവിൻ്റെ മക്കളായ ഞങ്ങളുടെ നിമിഷം ദൈവസന്നിധിയിലേക്ക്, അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഈ നിമിഷം കടന്നു വരുന്നു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവും കരുണയുടെ പിതാവും സകല സമാശ്വാസത്തിൻ്റെയും ദൈവവുമായവൻ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. യു ആർ അവർ ഫാദർ. ഞങ്ങളുടെ പിതാവാണല്ലോ, ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കരുണയുടെ പിതാവേ, അങ്ങയുടെ ആ സമാശ്വാസം നൽകി ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരവധിയായ പ്രാർത്ഥനാ വിഷയങ്ങൾ, നീറുന്ന വിഷയങ്ങൾ, ഒരുപാട് വേദന നിറഞ്ഞ വിഷയങ്ങൾ, എങ്ങനെ ഫേസ് ചെയ്യണമെന്നറിയാൻ മേലാത്ത വിഷയങ്ങൾ, ചില വ്യക്തികളെ, ചില സാഹചര്യങ്ങളെ, അങ്ങനത്തെ വിഷയങ്ങളെ കർത്താവ് ഞങ്ങളിൽ പലരും അതിനെ ഫേസ് ചെയ്യുമ്പോൾ ഇന്ന് ഞങ്ങൾക്ക് കരുത്തായി, താങ്ങായി അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് വേണ്ടി ബലമായി കടന്നു വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതൊരു ബലമായി ഞങ്ങളുടെ ഇടയിലേക്ക് അത് വ്യാപരിച്ചിറങ്ങുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കരുത്തായി ഞങ്ങൾക്ക് വേണ്ടി കടന്നു വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതമായി ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അടയാളമായി ഞങ്ങൾക്ക് വേണ്ടി കടന്നു വരുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇല്ലാതാക്കുമെന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ആ തോട്ട്സിൽ നിന്ന് യേശുവേ, അങ്ങയുടെ സാന്നിധ്യം ഇന്ന് ഞങ്ങളെ പോസിറ്റീവാക്കി പ്രശാന്തമായ ജലാശയത്തിലേക്ക് എന്ന് വചനത്തിൽ ഞങ്ങൾ കാണുന്നത് പോലെ ആ ഒരു ഫുൾനെസ് ഓഫ് ജോയിൽ, നന്മ നിറഞ്ഞ ആ ഒരു തീരത്തേക്ക് ഞങ്ങളെ അവിടുന്ന് എത്തിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശു, എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് ഓരോ മക്കളെയും തൊടുന്നതിനായി നന്ദി പറയുന്നു. ആമേൻ. യോഹന്നാൻ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യേശുക്രിസ്തുവിൻ്റെ അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. യേശുവിൻ്റെ പൂർണ്ണതയിൽ നിന്ന്, കർത്താവിൻ്റെ പൂർണ്ണതയിൽ നിന്ന് നമ്മൾ കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൽ അതിന് 16-ാം വാക്യം കേട്ടോ, 8-ാം വാക്യമല്ല, 16-ാം വാക്യം. അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. അവൻ്റെ പൂർണ്ണതയിൽ നിന്ന്, യേശുവിൻ്റെ പൂർണ്ണതയിൽ നിന്ന് ആ കൃപ സ്വീകരിക്കപ്പെടാൻ, അല്ലെങ്കിൽ ആ കൃപയെ സ്വീകരിച്ചവരാണ് യേശുവിൻ്റെ ഓരോ മക്കളും. അപ്പോൾ ആ പൂർണ്ണതയാണ് നമ്മുടെ ആശ്വാസം. നമ്മുടെ ആശ്വാസം എന്താ? ഈ ഭൂമിയിലുള്ള എന്തെങ്കിലുമാണ് നമ്മുടെ ആശ്വാസം. ഈ ഭൂമിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പം മനുഷ്യർ പല കാര്യത്തെയും ആശ്രയിക്കാറുണ്ട്. പക്ഷെ ഒരു യേശുവിൽ വിശ്വസിക്കുന്ന ഈശോയുടെ ഒരു മകളുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ് യേശു ക്രിസ്തുവിൽ നിന്ന് കടന്നു വരുന്ന വലിയ കൃപയാണ്. ഇന്ന് ആ കൃപയുടെ അഭിഷേകം നമ്മൾ നിറയപ്പെടട്ടെ. ഹല്ലേലൂയ. ജയ ഏഞ്ചലിനെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശുവിൻ്റെ ഈ കൃപയുടെ അഭിഷേകം,
ഇന്ന് 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 ഈ ഒരു വചനം 1 യോഹന്നാൻ സുവിശേഷം 1 അധ്യായം 16 യേശുവിന്റെ പൂർണ്ണതയിൽ നിന്ന് കൃപയ്ക്കുമേൽ കൃപ ജയ ഏഞ്ചലിൽ നിറയപ്പെടട്ടെ. യേശുവിന്റെ പൂർണ്ണതയിൽ നിന്ന് കൃപയ്ക്കുമേൽ കൃപ സന്തോഷ് മുണ്ടക്കയത്തിൽ നിറയപ്പെടട്ടെ. യേശുവിന്റെ പൂർണ്ണതയിൽ നിന്ന് കൃപയ്ക്കുമേൽ കൃപ ത്രേസ്യ സണ്ണിയുടെ മകളിലും ആ എക്സാമിലും നിറയപ്പെടട്ടെ. ഇപ്പൊ ഇവിടെ എഴുതുന്ന ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളിലും ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളിലും യേശുവിന്റെ പൂർണ്ണതയിൽ നിന്നുള്ള ആ കൃപ ഈ നിമിഷം നിറയപ്പെടട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ പൂർണ്ണതയിൽ നിന്നുള്ള ആ കൃപ. നമ്മളൊക്കെ ഈ ഭൂമിയിൽ വരുന്നതിന് മുൻപ് നമ്മൾ ഇന്നത്തെ ദിവസത്തെ നമ്മൾ ഇങ്ങനെ നോക്കിക്കാണുമ്പോൾ നമ്മളൊക്കെ ജീവിതത്തിൽ ഓരോ സമയത്തിൽ നിൽക്കുകയാണ് അല്ലേ. പല പ്രായത്തിലുള്ളവരാണ് ഇന്നിപ്പോൾ ലൈവിൽ ജോയിൻ ചെയ്തേക്കുന്നത്. ഈ ഭൂമിയിൽ നമ്മളൊക്കെ ജനിച്ച വർഷവും കാലഘട്ടവും സമയവും ഒക്കെ ദൈവം തീരുമാനിച്ചതാണ്. അപ്പം യേശുവിന്റെ പൂർണ്ണതയിലായിരുന്നു നമ്മൾ ആയിരുന്നത്. ദൈവവചനത്തെ നമ്മൾ അങ്ങനെ കാണുന്നത്. ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മളെ ദൈവം ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. ടൈമിന് മുൻപ്, ലോകം സ്ഥാപിക്കുന്നതിന് മുൻപ് നിങ്ങളുണ്ടായിരുന്നു. നിങ്ങളെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. ദൈവത്തിന് നിശ്ചയിക്കപ്പെട്ട സമയത്ത് നിങ്ങളൊരു നിയോഗമായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നതാണ്. ഈ ഭൂമിയിൽ ഭൂമിയിലായിരിക്കുമ്പോൾ ഇപ്പം 100 വർഷം എന്ന് പറയുന്നത് 36,500 ദിവസമാണ്. 365 × 100 36,500 ദിവസം. നിങ്ങൾക്ക് 10 മക്കളുണ്ടെങ്കിലും, നിങ്ങൾക്ക് എത്രയൊക്കെ വസ്തുവകകളുണ്ടെങ്കിലും, നിങ്ങൾക്ക് എത്രയൊക്കെ സമ്പത്തുണ്ടെങ്കിലും 100 വർഷം അല്ലെങ്കിൽ 100, 120 നിങ്ങളൊരു ഒരു ദിവസ കണക്ക് വെച്ച് നോക്കുവാണെങ്കിൽ ഒരു ടൈം പീരീഡിലാണ് ഈ ഭൂമിയിൽ ഓരോ മനുഷ്യനും ദൈവം നിശ്ചയിച്ചായി. പക്ഷെ മനുഷ്യൻ ഇതൊന്നും കേൾക്കാൻ വലിയ താല്പര്യപ്പെടുന്നില്ല. കാരണം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മളെ ദുഷ്ടാരൂപി ചിന്തിപ്പിക്കുന്നത് ഇതെല്ലാം, ഈ ടെറിട്ടറി എല്ലാം നീയാണ് കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു ചിന്ത മനുഷ്യന് വരാറുണ്ട്. ഈ വസ്തു തർക്കങ്ങളൊക്കെ നടക്കുന്ന ആൾക്കാരോട് സംസാരിച്ചു കഴിഞ്ഞാൽ, എനിക്ക് തന്നെ അറിയാം, വ്യക്തിപരമായി അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് പണ്ട് വസ്തു തർക്കങ്ങൾ നടത്തിയ ആൾക്കാരൊന്നും ഇന്ന് ഭൂമി പോലും ഇല്ല. പക്ഷെ അവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ പറയുന്നത് എന്താ? വെട്ടിപ്പിടിക്കണം, ഇത് എൻ്റെ അവകാശമാണ്. ആസിഫ് അവർ ഈ ഭൂമിയിലാണ്ട് 1000 വർഷം അല്ലെങ്കിൽ 2000 വർഷം അവരിവിടെ തന്നെ ഉണ്ടെന്നുള്ള നിലയിലാണ് അവർ ഈ പറയുന്നത്. ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം എന്താണെന്നറിയാവോ? യേശു ക്രിസ്തുവിൽ നിന്നുള്ള ആ കൃപയ്ക്കുമേൽ കൃപ സ്വീകരിക്കാൻ കഴിയാതെ പോയി. ആ കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചാലുള്ള പ്രയോജനം എന്താണെന്നറിയാവോ? നമ്മുടെ ആത്മനേത്രങ്ങൾ തുറക്കപ്പെടും. അപ്പൊ നമുക്ക് സ്വർഗത്തെ, അദൃശ്യ ലോകത്തെ കാണാൻ പറ്റും. നിത്യമായ ജീവിതത്തെ, നമ്മൾ വന്ന സ്ഥലത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഭൂമിയിലായിരിക്കുന്ന സമയത്ത് നമുക്ക് ഭിന്നതകളിൽ നിന്ന് പുറത്തു വരാൻ പറ്റും, അസൂയയിൽ നിന്ന് പുറത്തു വരാൻ പറ്റും, വർഗീയതയിൽ നിന്ന് പുറത്തു വരാൻ പറ്റും, മതസ്പിരിറ്റിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. എല്ലാ ബന്ധനത്തിൽ നിന്ന് പുറത്തു വന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് യഥാർത്ഥ മനുഷ്യനായി പരസ്പരം സ്നേഹിക്കുന്നവരായി തീരാൻ വേണ്ടി പറ്റും. ഹല്ലേലൂയ. യേശു എന്തിനാ ഈ ഭൂമി വന്നത്? ഒരു മതം സ്ഥാപിച്ചിട്ട് മറ്റേ മതങ്ങളെല്ലാം റോങ് ആണെന്ന് പറയാനാണോ? അല്ല, ഒരു മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കുക. യേശുവിന്റെ ശിഷ്യന്മാരോട് ഒരിക്കലും യേശു പറഞ്ഞില്ല നിങ്ങൾ ലോകമെങ്ങും പോയി ജൂതമതം തെറ്റാന്ന് പറയുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിശ്വാസം തെറ്റാന്ന് പറയുക. യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് എന്താ? ലോകം മുഴുവനും പോയി സുവിശേഷം പ്രസംഗിക്കുക. ദൈവം സ്നേഹമാകുന്നു. ലോകസ്ഥാപനത്തിന് മുൻപേ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ദൈവത്തിൽ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് വിലയുണ്ട്. നിങ്ങളുടെ കളറോ, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടോ, നിങ്ങളുടെ ജനിച്ച ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും അതൊന്നും അല്ല ദൈവം കാണുന്നത്. ദൈവം നിന്റെ ആത്മാവിന് വില നൽകുന്നു. നിന്നെ ആ കൃപയുടെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ് ജീവജലത്തിന്റെ ഉറവ രക്ഷകനാകുന്നവൻ ഈ ഭൂമിയിൽ കടന്നു വന്ന് നിന്നെ ഒരു സൈക്കിളിൽ, പാപത്തിന്റെ സൈക്കിളിൽ ഈ ഭൂമിയിൽ പിടിച്ചിടാൻ ശ്രമിച്ച എന്തൊക്കെ ശക്തികളുണ്ടോ ആ ശക്തികളുടെ ഒക്കെ നടുവിൽ നിനക്ക് വേണ്ടി യേശു നിന്റെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നിനക്ക് വേണ്ടി മരിച്ച് നിന്റെ ആത്മാവിനെ ആ സൈക്കിളിൽ നിന്ന്, ആ ക്ലച്ചസിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയാണ്. ഇത് മതമല്ല, ഇതൊരു ദൈവം ചെയ്ത ഒരു കാര്യമാണ്. ഇത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിലോട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആ സെക്കൻഡിൽ യേശു എൻ്റെ പാപങ്ങൾ ക്രൂശിൽ ഏറ്റെടുത്തു എന്ന് വിശ്വസിക്കുന്ന നിമിഷം യേശുവിന്റെ കൃപയുടെ പൂർണ്ണത നമ്മുടെ ആത്മാവിൽ വന്ന് നിറയപ്പെടുകയാണ്. ആത്മാവിന്റെ അഭിഷേകം നമ്മൾ നിറയപ്പെടുകയാണ്. സിമ്പിളാണ് ഗോസ്പൽ, പ്യുവർ ഗോസ്പൽ. ഇത് മതമല്ല, ഇത് പ്യുവർ ഗോസ്പലാണ്. ഈ ഗോസ്പൽ അന്ത്യകാലം ലോകത്തിന്റെ ഇന്ന് യുദ്ധങ്ങളും ഭീഷണികളും ഒക്കെ നടക്കുമ്പോൾ ഇത് ടേക്ക് ഓവർ ചെയ്യും ലോകത്ത്. ഇത് മതമല്ല, മനുഷ്യ തിരിച്ചറിയും. ഇത് മതമല്ല, ഇത് റിയൽ ഗോസ്പലാണ്. ഇത് പരിശുദ്ധാത്മ അഭിഷേകത്തിൽ ദൈവം വഴി നടത്തുന്ന വിധമാണ്. ഇതെല്ലാ മനുഷ്യനും ആക്സസ് ചെയ്യുവാൻ വേണ്ടി പറ്റും. ലോകത്തുള്ള സകല മനുഷ്യർക്കും ഇത് ആക്സസ് ചെയ്യുവാൻ ദൈവം തുറക്കുവാണ്. കാരണം ഇപ്പം നിങ്ങളൊരു വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആ വീട്ടിൽ നിന്ന് അറിയും.
നിങ്ങളിപ്പോൾ ഒരു വണ്ടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, യാത്ര ചെയ്യുന്ന കാറിനകത്ത് ദൈവാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കും. നിങ്ങൾ ബസ്സിലിരുന്ന് ഹെഡ്ഫോൺസ് വെച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബസ് മുഴുവൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കും. ഹി ഈസ് നോട്ട് ലിമിറ്റഡ് ടു എനി സ്പേസ്. wherever the gospel is being preached, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് യേശുവിൻ്റെ ഗോസ്പൽ ആര് പ്രസംഗിക്കുന്നു ആ സ്ഥലത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കും, അടയാളങ്ങൾ സംഭവിക്കും, വീര്യപ്രവർത്തികൾ സംഭവിക്കും. അത് ദൈവം ചെയ്യുന്ന പ്രവർത്തികളാണ്. അപ്പം ഇന്ന് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കട്ടെ. കർത്താവ് നമുക്ക് വേണ്ടി കൊടുത്ത വലിയ വില, അതായത് ആരാ നമ്മളെ ആദ്യം സ്നേഹിച്ചത്? നമ്മളാണോ ദൈവത്തെ സ്നേഹിച്ചത്? എല്ലാവരും ദൈവത്തെ സ്നേഹിക്കും എന്ന് പറയും. പക്ഷെ നമ്മളെ ആദ്യം സ്നേഹിച്ചത് ആരാ? നമ്മളെ ആദ്യം സ്നേഹിച്ചത് ഈശോയാണ്. 1 യോഹന്നാൻ 4:18 തോന്നുന്നു. അപ്രകാരം നമ്മൾ കാണുന്നു, സ്നേഹത്തിൽ ഭയത്തിനിടമില്ല, പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. കാരണം ഭയം ശിക്ഷയെക്കുറിച്ചാണ്. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു, അതിനാൽ നാമും അവിടുത്തെ സ്നേഹിക്കുന്നു. എന്നോട് ആൾക്കാർ ചോദിക്കും, യേശു നിന്നെ സ്നേഹിക്കുന്നു എപ്പോഴും എന്തിനാ ഇങ്ങനെ ഓൺലൈനിലും വീഡിയോസിലൊക്കെ പറയുന്നത്? യേശു സ്നേഹിക്കുന്നതുകൊണ്ട്. യേശു സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം പറയാൻ ആളില്ല. കാരണം യേശു സ്നേഹിക്കുന്നു എന്നൊരു മനുഷ്യൻ അറിഞ്ഞു കഴിയുമ്പോഴാണ് ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ തന്നെ സ്നേഹിക്കുന്ന ഒരാളുണ്ടെന്നുള്ള ആ റിയാലിറ്റി, ആ ഐഡന്റിറ്റിയെ ഉറപ്പിക്കാൻ പറ്റും. അത് പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു ഉറപ്പാണ്. ഭൂമിയിലുള്ള പിശാച്ച് ഈ ഭൂമിയിൽ ചില മനുഷ്യരെ കൊണ്ട് ഇങ്ങനെ മായസ്നേഹത്തിന്റെ വലയങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട്. അതൊക്കെ ടെമ്പററിയാണ്. എന്നാൽ യേശുവിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് നിത്യമായി നിലനിൽക്കുന്ന സ്നേഹമാണ്. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പുതപ്പ് ഇന്ന് രാത്രി, ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികൾക്കും യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പുതപ്പ് നിങ്ങളെ പൊതിഞ്ഞു പിടിക്കട്ടെ. യോഹന്നാൻ സ്നാപകൻ ഈശോയെ നോക്കി ഇപ്രകാരം പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ മുഴുവൻ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. നിന്റെ പാപങ്ങൾ ചുമക്കുന്നവൻ, നിന്റെ പാപങ്ങൾ ചുമന്നവൻ. ഹല്ലേലൂയ. പലപ്പോഴും ആൾക്കാർ പറയും യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ പരിഹാര ബലിയും യേശു നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുമൊക്കെ പാപം ചെയ്യാനുള്ള ലൈസൻസാണ്. അത് ബുദ്ധിയുടെ തരത്തിലുള്ള ചിന്തയാണ്. കാരണം എന്താണെന്നറിയോ? യേശുക്രിസ്തുവിൻ്റെ കൃപയിലേക്ക് ഒരു വ്യക്തി വരുമ്പോൾ അവനിൽ സംഭവിക്കുന്നത് ദ ട്രാൻസ്ഫർ ഓഫ് ദ അനോയിറ്റിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടിയ ഒരു വ്യക്തിക്ക് ആ അഭിഷേകം നൽകുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു ആനന്ദമുണ്ട്. അതിന് താഴെ പോകാൻ ഒരിക്കലും അവൻ ആഗ്രഹിക്കത്തില്ല. യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എപ്പോഴെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം കിട്ടിയവർക്കറിയാം, ലോകം നൽകുന്ന എല്ലാ സുഖങ്ങളും അതിൻ്റെ താഴെ വരത്തുള്ളൂ. എല്ലാ പ്ലഷേഴ്സും ദൈവം ക്രിയേറ്റ് ചെയ്തതാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതാകട്ടെ, ഈ ഭൂമിയിലുള്ള എന്ത് ദൈവം ക്രിയേറ്റ് ചെയ്താണ് ഈ ഭൂമിയിലുള്ള എല്ലാ നന്മകളും. പക്ഷേ അതിൻ്റെ ഒക്കെ മുകളിലുള്ളതാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. അപ്പം ഇന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്, ഇതുവരെ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു നിറവ് ലഭിക്കാത്ത ആരെങ്കിലും ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം സ്ക്രീനിലോട്ടൊന്ന് കരം നീട്ടുക. യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പസ്വലന്മാർ, അമ്മമാതാവ്, ഏകദേശം 120 പേര് ശിഷ്യന്മാർ ഒരുമിച്ചിരുന്ന് സെഹ്യോൻ മാളിക മുറിയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരിലേക്ക് കടന്നു വന്ന ദൈവാത്മാവിൻ്റെ അത്യന്തമായ ശക്തി, അഗ്നിജ്വാലകൾ പോലത്തെ നാവുകൾ ഇന്ന് ഈ ശുശ്രൂഷയിൽ ഈ ഒരു ലൈവിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും ഭവനങ്ങളിലേക്കും കർത്താവ്, നിനക്കറിയാം ഓരോ മക്കളുടെയും ഹൃദയവിചാരങ്ങൾ. ഇതിൽ ഈ ശുശ്രൂഷ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ കാണും, പരിഹസിക്കുന്നവർ കാണും, മതത്തിന്റെ തീവ്രതയിൽ അന്ധത ബാധിച്ചവർ കാണും. എന്നാൽ യേശുവിൻ്റെ സ്നേഹം തുളച്ചു കയറുന്ന ഒരാത്മാവ് ഈ ലൈവിൽ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിലേക്ക് ആത്മാവിൻ്റെ അഭിഷേകം, കർത്താവിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം തുളച്ചു കയറട്ടെ. അഗ്നിജ്വാലകൾ പോലത്തെ നാവുകൾ ആ മുക്കുവരായ സഹോദരങ്ങളിലേക്ക്, അവരുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ അവരാരും മതപണ്ഡിതരല്ലായിരുന്നു. എന്നാൽ ആത്മാവിൻ്റെ അഭിഷേകം കിട്ടിയവർ, അവർ യേശുവിനെ സധൈര്യം പ്രഘോഷിച്ചു. They were qualified by the power of the Holy Spirit. ഇന്ന് അഭിഷേകം സ്വീകരിക്കുന്ന നിമിഷം ദൈവം നിങ്ങളിലൂടെ മറ്റുള്ളവരോട് യേശുവിനെ കുറിച്ച് സംസാരിക്കും. അതിന് മതമല്ലായിരിക്കും പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ ബസ്സേ യാത്ര ചെയ്യുമ്പോഴായിരിക്കും, നിങ്ങൾ ചിലപ്പോൾ ജോലി സ്ഥലത്ത് ചെല്ലുമ്പോഴായിരിക്കും. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. നിർമ്മലമായ യേശുവിനെ സ്നേഹിച്ച് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടിയിൽ തൊട്ടടുത്തിരിക്കുന്ന ആ വ്യക്തിയുടെ ഹൃദയവിചാരങ്ങൾ ദൈവം നമുക്ക് പറഞ്ഞു നൽകും. അവരോട് യേശുവിനെ കുറിച്ച് നമുക്ക് പറയാം. ഹല്ലേലൂയ. ഇന്ന് മതവൽക്കരിക്കപ്പെട്ടവനാണ് ആൾക്കാർക്ക് യേശുവിൻ്റെ ബൈബിളിലുള്ള തലങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. നമ്മൾ ഈ മതത്തിൻ്റെ ഒരു വലിയൊരു ആവരണം ഇതിനകത്ത് കയറിപ്പോയി. ഇറ്റ്സ് എ ഡിസപ്പോയിൻറ്റിങ് ഫാക്ടർ. പക്ഷേ അതിൽ നിന്നൊക്കെ ദൈവം ഇപ്പോൾ നമ്മളെ പുറത്തു കൊണ്ടുവരിക. എന്തിനാ? ബൈബിൾ ടൈമിൽ നടന്ന പോലത്തെ കാര്യങ്ങൾ നടക്കും. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, നിങ്ങളുടെ കൂട്ടുകാർക്കിടയിൽ, നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾ പങ്കുവെക്കുമ്പോൾ മറ്റുള്ളവരുടെ ഹൃദയവിചാരങ്ങളെ അവൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ രോഗസൗഖ്യങ്ങൾ നടക്കും. ചരിത്രം പറയുന്നത് കർത്താവിൻ്റെ അപ്പസ്തോലന്മാർ ശുശ്രൂഷ നയിച്ച സമയങ്ങളിൽ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന
ആദിമസഭയിലെ സ്ത്രീകളാണ് അവരുടെ ജോലി സ്ഥലങ്ങളിൽ, അവർ ബിസിനസ്സിനും ട്രേഡിനുമായിട്ടൊക്കെ അവർ സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടി പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ അവർ യേശുവിനെക്കുറിച്ച് ജനങ്ങളോട് പറയുമായിരുന്നു, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു, തകർന്ന മനുഷ്യരോട് യേശുവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുമായിരുന്നു. ഹല്ലേലൂയ. അതിനവരെ പ്രാപ്തരാക്കിയത് കർത്താവ് കൂടെ ഉണ്ടെന്നുള്ളൊരു ഉറപ്പാണ്. അങ്ങനെയാണ് ഈ കർത്താവിലുള്ള വിശ്വാസം, മതമല്ല വളർന്നത്, ക്രിസ്തുവിലുള്ള വിശ്വാസം ലോകം മുഴുവനും സ്പ്രെഡ് ചെയ്തത്. അത് ഓരോ വ്യക്തിയും വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിലോട്ട് വലിയൊരു ഉറപ്പ് കിട്ടുവാണ്, ദൈവം എന്നോടൊപ്പം ഉണ്ട്, എമ്മാനുവൽ, ദൈവം എന്നോടുകൂടെ വന്ന് എൻ്റെ ഉള്ളിൽ വന്ന് വസിക്കുന്നു. പാപത്തിൽ ചേറ്റുകുഴിയിലായിരുന്നവൻ പാപത്തിൽ നിന്ന് പുറത്തു വന്ന് പരിശുദ്ധാത്മാഭിഷേകത്തിൽ നല്ല രീതിയിൽ വിശുദ്ധ ജീവിതം നയിക്കുകയാണ്. ഞാൻ ഓർക്കുന്നു, പണ്ടൊരു ശുശ്രൂഷയിൽ ഒരു മനുഷ്യൻ, ശുശ്രൂഷയുടെ ഇടയിൽ ശുശ്രൂഷയിൽ ഒരു പള്ളിയുടെ തൊട്ടടുത്തുള്ള ഒരു ഹാളിലായിരുന്നു ശുശ്രൂഷ നടക്കുന്നത്. ആ ശുശ്രൂഷയിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ശുശ്രൂഷയിൽ നിന്ന് ഇറങ്ങിപ്പോരാനാണ് തുടക്കത്തിൽ തോന്നിയത്. കാരണം മനുഷ്യരെല്ലാം ഇങ്ങനെ ജഡ്ജ് ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക ആറ്റിറ്റ്യൂഡിൽ ഇരിക്കുവാണ്. പക്ഷെ ഒരു മനുഷ്യൻ യാദൃച്ഛികമായിട്ട് ശുശ്രൂഷക്കിടയിൽ ഓടി ഹാളിലോട്ട് കയറി വന്നു. ആ സമയത്ത് പെട്ടെന്ന് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇങ്ങനെ കൂടുതൽ ആ സ്ഥലത്ത് വർദ്ധിക്കുന്നത് അനുഭവിക്കാനിടയായി തീർന്നു. പെട്ടെന്ന് എല്ലാവരെയും കൊണ്ടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിപ്പിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവിടെ അതിശക്തമായി വ്യാപരിക്കുകയും ഈ മനുഷ്യൻ, അദ്ദേഹം ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വന്ന പോലെ അല്ല വന്നത്, അയാൾ പെട്ടെന്ന് ഓടിക്കേറി വന്നാണ്. ആളുടെ മേളിലോട്ട് പരിശുദ്ധാത്മാവിൻ്റെ കൃപ വന്നു. ആൾ പെട്ടെന്ന് താഴെ പോവുകയൊക്കെ ചെയ്ത ആൾ ഭയങ്കരമായിട്ട് കുറേ നേരം ശുശ്രൂഷ വേറൊരു തലത്തിലേക്ക് ദൈവം കൊണ്ടുപോയി. അതിനുശേഷം അനേകരെ ദൈവം സ്പർശിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ കൂട്ടായ്മയ്ക്ക് ശേഷം ഈ മനുഷ്യനോട് സംസാരിക്കുന്ന സമയത്ത് ഇയാൾ പറഞ്ഞ കാര്യം, ഇയാൾ ഈ ഡ്രഗ്സൊക്കെ എടുത്ത് ആ ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഇയാൾ ആർക്കോ പൈസ തിരികെ കൊടുക്കാനുണ്ടായിരുന്നു, അവർ ഇയാളെ പിന്തുടരുന്നത് കാരണം ഇയാൾ ഓടിക്കേറി, ഒരു പള്ളിയാന്ന് കണ്ടപ്പോൾ അവിടെ എന്തോ പ്രാർത്ഥനയാന്ന് കണ്ടപ്പോൾ ഓടിക്കേറി വന്നതാണ്. പള്ളിയിൽ പോകുന്ന പ്രാർത്ഥനയ്ക്കായിട്ട് വന്നതല്ല. പക്ഷെ ആ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആ മനുഷ്യന്റെ മേലോട്ട് വന്ന് വീഴുവാണ്. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, പരിശുദ്ധാത്മാവ് എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഇവനൊന്ന്, അതായത് യേശു പറഞ്ഞു 2-3 പേർ ഒരുമിക്കുന്ന സ്ഥലങ്ങളിൽ ഞാൻ ഉണ്ടായിരിക്കും. യേശുവിന്റെ സാന്നിധ്യത്തിന്റെ അരികിലേക്ക് ഇവനൊന്ന് വന്നപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവന്റെ മേൽ വന്ന് വീണു. അവന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ അത്ഭുതം എന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ ആ ഒരു ഡ്രഗ് അഡിക്ഷനിൽ നിന്ന് പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ പുറത്തു കൊണ്ടുപോയി. ഇന്ന് അനേകരെ ഡ്രഗ് അഡിക്ഷനിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാക്കി ദൈവം ആ മനുഷ്യനെ മാറ്റി. ഹല്ലേലൂയ. അവർ ഗോഡ് ഈസ് എ പവർഫുൾ ഗോഡ്. അവിടെ എനിക്ക് മനസ്സിലായ ഒരു അനുഭവം, അതായത് നമ്മളൊക്കെ ഇപ്പം നിങ്ങളിന്ന് വചനം കേൾക്കുമ്പോഴാണെങ്കിലും നമ്മൾ എത്രമാത്രം നിർമ്മലമായിട്ട് ഓപ്പൺ ഹാർട്ടോടുകൂടി നമ്മൾ യേശുവിനെ കുറിച്ച് കേൾക്കുന്നോ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ കൃപ കടന്നു വരും. ഒരു ഹൈന്ദവ സഹോദരൻ, ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ആ മനുഷ്യന്, അദ്ദേഹം കണ്ണുനീരോടൊരു ശുശ്രൂഷ പങ്കെടുക്കുകയാണ്. ആളുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം നടന്നു, ഒരു സൗഖ്യം ദൈവം കൊടുത്തു. വേറൊരു സഹോദരൻ ഒരു വർഷങ്ങളായിട്ട് ബൈബിൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ച് ഭയങ്കര വചനപാണ്ഡിത്യമുള്ളൊരു വ്യക്തി വിമർശന ബുദ്ധിയോടുകൂടി എന്നാൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ആളുടെ ജീവിതത്തിൽ അത്ഭുതം നടന്നില്ല. അപ്പം ആൾ ശുശ്രൂഷ കഴിഞ്ഞപ്പം ആൾ വന്ന് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് യേശു എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാതെ ആ വിജാതീയൻ്റെ ജീവിതത്തിൽ? അപ്പം തന്നെ ആ വാക്കിൽ തന്നെ അയാളുടെ റിലീജിയസ് സ്പിരിറ്റ് എത്രമാത്രം ഉണ്ടെന്ന് ഓർത്ത് നോക്കി. ആ വിജാതീയൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു. ഞാൻ പറഞ്ഞു, പുതിയ നിയമത്തിൽ ഇങ്ങനെയുള്ള വാക്കുകളൊന്നും നിങ്ങൾ ആദ്യമേ ഉപയോഗിക്കരുത്. കർത്താവ് ഈ ഭൂമിയിൽ കടന്നു വന്ന് പാപപരിഹാരബലിയായി തീർന്നത് നമ്മളെ എല്ലാവരെയും അത്രമാത്രം സ്നേഹിക്കുന്നതുകൊണ്ട്. ദൈവത്തിന് ഹൃദയത്തിൽ ആ ജാതി ഈ ജാതി ഇല്ല. ദൈവത്തിന് മനുഷ്യൻ, നമ്മളെ ദൈവം സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. അതൊക്കെ പഴയ നിയമത്തിലെ ആറ്റിറ്റ്യൂഡാണ്. അത് പഴയ നിയമത്തോടെ അത് അവിടം വെച്ചങ്ങ് തീർത്തോണം. പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ യേശുവിനെ അനുഭവിക്കണമെങ്കിൽ നമ്മൾ യേശുവിൻ്റെ ഹൃദയവും മനസ്സും മനസ്സിലാക്കി നമ്മൾ എളിമയോടെ, ചിലപ്പം ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന വ്യക്തി ഒരു സാധാരണ മനുഷ്യനായിരിക്കും, പക്ഷെ നമ്മൾ എവിടെ എളിമപ്പെടുന്നോ അവിടെ കർത്താവിൻ്റെ കൃപ വ്യാപരിക്കും, അവിടെ കർത്താവിൻ്റെ ശക്തി വെളിപ്പെടും, അവിടെ അത്ഭുതം സംഭവിച്ചിരിക്കും, അടയാളങ്ങൾ സംഭവിച്ചിരിക്കും. ഒരിക്കലും ഞാൻ ശുശ്രൂഷയിലൊക്കെ കരം പിടിച്ചുയർത്തി അല്ലെങ്കിൽ ഒത്തിരിയും കാര്യങ്ങളൊക്കെ ഏർലി സ്റ്റേജിൽ പറഞ്ഞു കൊടുത്ത ഒരു സഹോദരൻ, ആ മനുഷ്യനെ കർത്താവ് അതിശക്തം ഉപയോഗിക്കുവാണ്. അപ്പം ഞാനൊരു ശുശ്രൂഷയിൽ ഇയാൾ എടുക്കുന്ന ക്ലാസ് കേൾക്കാൻ വേണ്ടി ഞാൻ പോയി. ആ ശുശ്രൂഷ കഴിഞ്ഞപ്പം കർത്താവ് എന്നോട് പറഞ്ഞു, അവൻ്റെ അടുത്ത് ചെന്ന് ആളോട് പറഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പം എൻ്റെ കൂടെയുള്ളവർ പറഞ്ഞ്, അപ്പുറത്ത് വന്നപ്പോൾ പറഞ്ഞു, അതിൻ്റെ ആവശ്യമുണ്ടോ? പക്ഷേ ഉള്ളിൽ പരിശുദ്ധാത്മാവോട് പറഞ്ഞു, ഹി ഹാസ് ടു പ്രേ ഫോർ. ഇപ്പം ഞാൻ ലൈനിൽ നിന്ന് അവിടെ ചെന്ന് ആളോട് പറഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു മിറക്കിൾ നടന്നു. കാരണം ദൈവരാജ്യത്തിനകത്ത് ഇതിനകത്ത്
ഞാൻ നിങ്ങളെക്കാളും വലിയവൻ എന്നൊരു സംഭവം ഇല്ല. ആ സംഭവത്തിൽ നമ്മൾ എപ്പം പുറത്തു വരുന്നോ അത്ഭുതങ്ങളാണ്. ഇവിടെ നിങ്ങളാണ് എന്നെക്കാളും ശ്രേഷ്ഠൻ. അതുകൊണ്ടാണ് യേശു ശിഷ്യന്മാരുടെ കാല് കഴുകി നമുക്ക് ഈ മാതൃക കാണിച്ചു തന്നു. അപ്പൊ കേരളത്തിൽ ക്രൈസ്തവ ഉണർവ് നടക്കണമെങ്കിൽ സിമ്പിളാണ്. ഇത് നിർമ്മലമായ യേശുവിന്റെ സുവിശേഷം അത് പ്രാക്ടിക്കലി നമ്മളങ്ങ് അപ്ലൈ ചെയ്താൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും കഴിഞ്ഞ തലമുറയിൽ കേരളത്തിൽ നടന്ന പോലെ തന്നെ ഈ തലമുറയിലും കേരളത്തിൽ സംഭവിക്കും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറഞ്ഞു കഴിഞ്ഞാൽ ആ അഭിഷേകം അനുഭവിച്ചറിഞ്ഞ അനേകം അപ്പച്ചന്മാരും ഒരുപാട് മനുഷ്യർ കേരളത്തിൽ ഉണ്ടായിരുന്നു. ഈവൻ ഈ 2010 എനിക്ക് തന്നെ വ്യക്തിപരമായി അറിയാവുന്ന ഒരുപാട് പേര്, അവർ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചവർ മാത്രമല്ല, ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച ഒരുപാട് പേര് യേശുവിനെ അറിയുന്നവരും വചനമൊക്കെ കാണാപ്പാടമാണ്. അവരൊക്കെ 40 ദിവസം ഉപവസിക്കുന്നവരുണ്ടായിരുന്നു. അങ്ങനെയുള്ള വലിയൊരു തലമുറയിൽപ്പെട്ടവർ മരിച്ചുപോയി, കർത്താവിന് നിദ്ര പ്രാപിച്ചു. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു 2020 വന്നപ്പോൾ ഡ്രൈനെസ് കേരളത്തിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇങ്ങനെയുള്ള കുറെ അപ്പച്ചന്മാരും കുറെ അമ്മച്ചിമാരും ഒക്കെ, അത് ക്രിസ്ത്യാനികൾ മാത്രമല്ല കേട്ടോ, യേശുവിനെ അറിഞ്ഞ യേശുവിനെ ആരാധിക്കുന്ന എല്ലാ ബാക്ക്ഗ്രൗണ്ടിൽപ്പെട്ട ആൾക്കാരുണ്ട്. അവര് അനേക ദിവസങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് കേരളം മുഴുവൻ ഇറക്കിക്കൊണ്ട് വന്ന ഒരു വലിയൊരു അഭിഷേകമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ഈ മതത്തിന്റെ കണ്ണുകളിലൂടെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും സ്വർഗത്തിൽ മുഴുവനും അച്ഛന്മാരും പാസ്റ്റർമാരും കുറെ കന്യാസ്ത്രീമാരും കുറച്ച് മതത്തിന്റെ ആൾക്കാരെല്ലാവരും കൂടി ആയിരിക്കും ഇരിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല. അങ്ങനെയൊക്കെ മനുഷ്യൻ ചിന്തിച്ച് നിരാശപ്പെടേണ്ടി വരും. അവിടെ ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു കൃഷ്ണൻകുട്ടിയും ഒരു രാമൻകുട്ടിയും ഒക്കെ യേശുവിനെ സ്നേഹിച്ച പല ആൾക്കാരും ഉണ്ട്. 60 ദിവസവും 40 ദിവസമൊക്കെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് യേശുവിനെ ആരാധിച്ചവർ, അതിശക്തന്മാരായ പ്രവാചകന്മാർ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് അവരുടെ പേര് പോലും അറിയാൻ പറ്റില്ല. കർത്താവിനറിയാം. അങ്ങനെയുള്ളവരുടെ പേരുകളെല്ലാം കർത്താവിന് വ്യക്തമായിട്ട് അറിയാം. നമ്മൾ ചിന്തിക്കുന്ന ആൾക്കാരല്ല റിയൽ കർത്താവിന്റെ പ്രോഫറ്റസും. കർത്താവ് നമുക്ക് വേണ്ടി കേരളത്തിൽ വിട്ടിട്ടുള്ള ചില ആൾക്കാരുണ്ടായിരുന്നു. അതിലൊരു മനുഷ്യൻ ഞാനിപ്പോഴും ഓർക്കുന്നു. ആ മനുഷ്യൻ മരിക്കുന്നതിന് ഒരു 3 ദിവസം മുമ്പ് ആ വ്യക്തിയെ കാണാൻ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. ഒരു 15 ലക്ഷം പേർക്ക് വേണ്ടിയെങ്കിലും ആൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. വയോധികനായ മനുഷ്യൻ. ഞാൻ ആ മനുഷ്യനെ കാണാൻ ചെല്ലുന്ന സമയത്ത് ഞാനിപ്പോഴും ഓർക്കുന്നു, ആ മനുഷ്യൻ അന്ന് അയാളുടെ വലത്തെ കരം തളർന്നിരിക്കുക. അപ്പം ഈ മനുഷ്യനെ കാണാൻ ചെല്ലുമ്പോഴത്തേക്കും ആൾക്കാർ പറയും നമ്മുടെ നിയോഗങ്ങൾ പറയണം, നമ്മുടെ വിഷയങ്ങൾ പറയണം, നമ്മുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ പറയണം. പക്ഷെ എനിക്ക് അവിടെ ചെന്ന സമയത്ത് എൻ്റെ ഉള്ളിലൊരു ശബ്ദം കേൾക്കുവാണ്. യേശു എന്നോട് ഇങ്ങനെ പറയുകയാണ്, ഈ മനുഷ്യനോട് പറയണം ആത്മാക്കളെ നേടാൻ, യേശുവിന് വേണ്ടി ആത്മാക്കളെ നേടാൻ പ്രാർത്ഥിക്കുക. മില്യൺസ് ഓഫ് ആത്മാക്കളെ നേടാൻ, അതിനുവേണ്ടി അവർ സുവിശേഷം കേൾക്കാൻ. ആ മനുഷ്യന്റെ അടുത്ത് ഞാൻ ഇരിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ ഈ തളർന്ന കൈ വന്ന് എന്നെ തലയിലോട്ട് കയറി തലയിൽ കൈവച്ച് ആ മനുഷ്യൻ പ്രാർത്ഥിച്ചു. ഹെവി അനോയിന്റ്, അതുപോലത്തെ അഭിഷേകമുള്ള അഭിഷിക്തന്മാർ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ കാണിക്കുന്ന ഈ റിലീജിയന്റെ ഈ ഒരു പിക്ചർ കാരണം നമ്മൾ ഓർക്കും അവരായിരിക്കും ഇതിന്റെ അല്ല. ഇനി ഞാൻ പറയുന്ന കാര്യം, കഴിഞ്ഞ വർഷം ഞാനിത് പറഞ്ഞു, ഈ വർഷം വീണ്ടും പറയുന്നൊരു കാര്യം, ഹൈന്ദവ കുടുംബത്തിലും ജനിച്ച് യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറയുന്നവരായിരിക്കും ഇന്ത്യയുടെ അതിശക്തമായ ബൈബിളിൽ കാണുന്ന പോലത്തെ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മൾ ഇന്ത്യ എന്നല്ല ലോകം മുഴുവൻ നടക്കും. പക്ഷെ ഭാരതത്തിൽ അങ്ങനെ ദൈവം റേസ് ചെയ്യുന്ന വലിയൊരു സമൂഹമുണ്ട് ആത്മാവിന്റെ അഭിഷേകത്തിന്റെ നിറവിൽ. ഹല്ലേലൂയ. അങ്ങനെ അത് എല്ലാവരും ആഗ്രഹിക്കണം. അവർ കർത്താവിന് മുഖപക്ഷമൊന്നുമില്ല കേട്ടോ. കർത്താവ് ഞാനിത് പറയുമ്പോൾ ചിന്തിക്കില്ല, അയ്യോ എനിക്ക് എന്നെ കർത്താവിന് ഉപയോഗിക്കുകയല്ലേ, ഞാൻ ക്രിസ്ത്യാനി, അങ്ങനെയൊന്നുമില്ല. കർത്താവിന് മുഖപക്ഷമൊന്നുമില്ല. എളിമപ്പെടുന്ന ആരെയും കർത്താവ് ഉപയോഗിക്കും. അപ്പസ്തലനായ പത്രോസ്ലീഹ, പൗലോസ്ലീഹ, യോഹന്നാന്, യേശുവിന്റെ ആദിമ ശിഷ്യന്മാരാരും വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നുമല്ല. എന്നാൽ അവരുടെ മേൽ ഹോളി സ്പിരിറ്റിന് അനോയിറ്റിംഗ് വന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരെ ടേക്ക് ഓവർ ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങും. നമ്മളെ ദൈവം ഉപയോഗിക്കും. നമ്മൾ പലപ്പോഴും ദൈവം ഉപയോഗിക്കുന്ന പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും വലിയൊരു കൺവെൻഷൻ അല്ലെങ്കിൽ പള്ളിയിലെ ഒരു ശുശ്രൂഷ, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴത്തേക്കും വേണ്ട, നിങ്ങൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കും. ഞാനിപ്പോഴും ഓർക്കുന്നു, എൻ്റെ കോട്ടയത്തൊരു ഒരു ഫാമിലി എനിക്കറിയാം. അവർ മണിക്കൂറുകൾ കുടുംബമായി ഒരുമിച്ചിരുന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിന്ന് ഇറങ്ങി പ്രാർത്ഥിക്കും. ഇവരുടെ അയൽവക്കംകാരെല്ലാം ഇവരുടെ വീട്ടിൽ വരും. എന്തിനാണെന്നറിയോ? ഇവർ പറയും നിങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുമ്പോൾ തന്നെ ഭയങ്കര ആശ്വാസമാണ്. നാനാജാതി മതസ്ഥർ വരും. അവർ വീട്ടിലോട്ട് വരുമ്പം ഇവർ വീട്ടിലിരുന്ന് യേശുവിനെ കുറിച്ച് സിമ്പിളായിട്ട് കാര്യങ്ങൾ പറയും. രോഗസൗഖ്യങ്ങൾ നടക്കും, അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ഉള്ളിൽ ആത്മാവിന്റെ നിറവ് വരുന്തോറും നമ്മുടെ ചുറ്റുപാടും മാറുവാണ്, അവസ്ഥകൾ മാറുകയാണ്, അത്ഭുതങ്ങൾ നമ്മുടെ നടുവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാവുന്നൊരു സുമേഷ് നാരായണൻ. സുമേഷൊക്കെ രാവിലെ 4 തൊട്ട്
8 മണി വരെയൊക്കെ ഇരുന്ന് ഉപവസിച്ച് രാവിലെ 4-ന് 3-നും 4-നും എഴുന്നേറ്റിരുന്ന് കണ്ടിന്യൂസ് ഭാഷാവരത്തിലൊക്കെ സ്തുതിച്ചങ്ങ് പ്രാർത്ഥിക്കുക. ഭാഷാവരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ച് സുമേഷ് പറയുന്നത് അതിനുശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പിലോട്ടോ ജോലിക്കായിട്ട് പോകുന്ന സമയത്ത് കാണുന്ന ആൾക്കാർ ഇങ്ങോട്ട് വന്ന് ഓരോ വിഷമങ്ങൾ പറയും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അത്ഭുതങ്ങൾ നടക്കും. ഓർത്ത് നോക്കി, ലൈവായിട്ട് ബൈബിളിലെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദിസ് ഈസ് ഹാപ്പനിങ് റൈറ്റ് നൗ. ഇന്ന് നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈശോയുടെ മഹത്വം അനേകരെ ഈശോയുടെ മഹത്വം സ്പർശിക്കും. കർത്താവിന് കത്തോലിക്കെന്നില്ല, യാക്കോബയെന്നില്ല, ഓർത്തഡോക്സ് എന്നില്ല, പെന്തക്കോസ് എന്നില്ല, വേറെ എന്നൊക്കെയുള്ള സെവന്ത് ഡേ അഡ്വന്റൈസ്റ്റ് എന്നില്ല, ബാപ്റ്റിസ്റ്റ് എന്നില്ല, ലുതറൻ എന്നില്ല, പിന്നെ ഉണ്ടല്ലോ മാർത്തോമ, ഇവാഞ്ചലിക്കല്, ഇവിടെയാണെങ്കിൽ മെത്തഡിസ്റ്റ്, പ്രസ്ബിറ്റേറിയൻ, ചർച്ച് ഓഫ് അയർലൻഡ്, 100 സംഭവങ്ങളാണ്. ബൈബിള് വായിക്കുമ്പോൾ പൗലോസിനെ പഠിപ്പിക്കുന്ന ഒരു ബാപ്റ്റിസം, ഒരു ശരീരം, യേശുവിൻ്റെ ശരീരം. നമ്മളെല്ലാം കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും പരിശുദ്ധാത്മാവിലൂടെ വീണ്ടും ജനിച്ച് യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി തീരുകയാണ്. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ക്രിസ്ത്യൻ യൂണിറ്റിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ബുദ്ധിയുടെ തലത്തിൽ വിഭജിക്കാൻ പല കാര്യങ്ങളുണ്ടാകും. പക്ഷേ യേശുവിൻ്റെ ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുമ്പോൾ നമ്മളെല്ലാം ദൈവം യൂണിറ്റിയിലേക്ക് കൊണ്ടുവരും. എന്താണ് യൂണിറ്റി കൊണ്ടുവരുന്നത്? യേശുവിൻ്റെ ആത്മാവിൻ്റെ ശക്തി. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം യേശുവിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ നിറയപ്പെടട്ടെ. യേശുവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം നമ്മളെല്ലാവരുടെയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും വ്യാപരിക്കട്ടെ. കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ കൃപയുടെയും നീതിയുടെയും ആ ദാനത്തിൻ്റെയും സമൃദ്ധിയെ ഞാൻ ഇന്നേ ദിവസം സ്വീകരിക്കുന്നു. യേശുവെ, കൃപയുടെ സമൃദ്ധിയെ, നീതിയുടെ സമൃദ്ധിയെ, യേശുവിൻ്റെ കൃപയുടെ സമൃദ്ധി ഓരോ വ്യക്തികളിലും ഇപ്പോൾ നിറയപ്പെടട്ടെ. പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ കൃപയുടെ സമൃദ്ധി. റോമാലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം. ഒരു മനുഷ്യന്റെ പാപത്താൽ ആ മനുഷ്യൻ മൂലം മരണമാധിപത്യം നടത്തിയെങ്കിൽ കൃപയുടെയും നീതിയുടെ ദാനത്തിൻ്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ യേശുക്രിസ്തുവെന്ന ഒരു മനുഷ്യൻ മൂലം എത്രയോ അധികമായി ജീവനിൽ വാഴും. ജീവിതത്തിൽ വാഴും. നിങ്ങൾ ജീവിതത്തിൽ വാഴും. ഇന്ന് ലോകത്തിലുള്ള നമ്മുടെയൊക്കെ എല്ലാ പ്രശ്നങ്ങളുടെയും പിന്നിലെ കാരണം എന്താ? ഒരു മനുഷ്യന്റെ പാപം. ആരാണ് ആ വ്യക്തി? ആദം. ആ മനുഷ്യൻ മൂലം മരണമാധിപത്യം നടത്തിയെങ്കിൽ കൃപയുടെയും നീതിയുടെയും ദാനത്തിൻ്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ മൂലം എത്രയോ അധികമായി ജീവനിൽ വാഴും. ഹല്ലേലൂയ. ആദം ചെയ്ത പാപത്തിന്റെ പരിണിത ഫലം മനുഷ്യവംശം മുഴുവൻ അനുഭവിക്കുന്നെങ്കിൽ യേശു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പരിഹാര ബലിയുടെ ഫലം അത് വിശ്വസിക്കുന്നവരിലേക്ക്. അതുകൊണ്ടാണ് റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്, വിശ്വസിച്ചവരായ നാം നീതീകരിക്കപ്പെടുന്നു. വിശ്വാസത്തിലൂടെ നീതീകരിക്കപ്പെട്ട നമുക്ക് ദൈവവുമായി സമാധാനത്തിലായിരിക്കാം. ആ വിശ്വാസത്തിലൂടെ യേശുവിൻ്റെ കൃപയുടെ സമൃദ്ധി ഇന്ന് നമ്മളെല്ലാവരിലും നിറയപ്പെടട്ടെ. യേശുവിൻ്റെ നീതിയുടെ സമൃദ്ധി ഇന്ന് നമ്മളെല്ലാവരിലും വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ ദാനം, രക്ഷ എന്ന ദാനം, ആ ദാനത്തിൻ്റെ സമൃദ്ധി, യേശുവിൻ്റെ രക്ഷ എന്ന ദാനത്തിൻ്റെ സമൃദ്ധി ഇന്ന് നമ്മളിൽ നിറയപ്പെടട്ടെ. ഈ 3 സമൃദ്ധി നമ്മളിൽ നിറയപ്പെടുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളിലൊരു കംപ്ലീറ്റ്നെസ് ക്രിസ്തുവിൽ ലഭിക്കുകയാണ്. ക്രിസ്തുവിലുള്ള കംപ്ലീറ്റ്നെസ്. ഇന്ന് ചിലപ്പോൾ നമുക്ക് ബാഹ്യമായ എനിക്കും നിങ്ങൾക്കും എല്ലാം പല കാര്യങ്ങളും, നാളെ പല കാര്യങ്ങൾ ഫേസ് ചെയ്യാനുള്ള വിഷയങ്ങൾ, പല കാര്യങ്ങൾ കാണും. പക്ഷെ നമ്മൾ ഇന്ന് ഇഫ് യു ആർ ഫോക്കസിങ് ഓൺ ദിസ് ഏരിയ, നമ്മൾ യേശുവിൻ്റെ കൃപയുടെയും നീതിയുടെയും ദാനത്തിൻ്റെയും സമൃദ്ധിയെ ആത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ നമ്മൾ റിസീവ് ചെയ്യുന്ന നിമിഷം നമ്മുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ ഡോമിനേറ്റിംഗ് പവർ വരുന്നതോടുകൂടി എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവരാജ്യത്തിൻ്റെ ശക്തി ഇങ്ങനെ തിരമാല അടിക്കുന്ന പോലെ, അല്ലെങ്കിൽ സുനാമി വരുന്നത് പോലെ വന്ന് അടിച്ചു കയറുകയാണ്. നിങ്ങളെ പ്രാർത്ഥിച്ച് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് യേശുവിൻ്റെ ക്രൂശൻ ചുവട്ടിൽ നിൽക്കുന്നതായി കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ ക്രൂശൻ ചുവട്ടിൽ നിൽക്കുകയാണ്. ഹല്ലേലൂയ. മേരി മെഡേറ്റ് ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ലോകം കണ്ട ഏറ്റവും വലിയ സ്നേഹം ഈശോയുടെ കുരിശിലെ ബലിയാണല്ലോ. ഈശോയെ ആമേൻ. യെസ്, ലോകം കണ്ട ഏറ്റവും വലിയ സ്നേഹം അതാണ്. ലോകം കണ്ട ഏറ്റവും വലിയ സ്നേഹം. ഇതിൽ വലിയൊരു സ്റ്റേറ്റ്മെന്റ് എന്നാ പറയാനുള്ളത്? ലോകം കണ്ട ഏറ്റവും വലിയ സ്നേഹം, ഏറ്റവും വലിയ സ്നേഹം. പക്ഷെ പൗലോസ്ലീഹ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പൗലോസ്ലീഹ പറയുകയാണ്, എൻ്റെ ഈ ഭൂമിയിലുള്ള ജീവിതം എന്നുള്ളത് എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി ബലിയായി തീരുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള
ജീവിതമാണ്. ഇവിടെ ഒരു വലിയ റെവലേഷൻ പൗലോസ്ലീഹ നമ്മുടെ മുമ്പിൽ തുറന്നു കാണിക്കുക. കാരണം നമ്മളൊക്കെ ഈ ഭൂമി വന്ന സമയത്ത് നമ്മൾ തനിച്ചായിരുന്നു. ഇപ്പം ഭാര്യ ഉണ്ടാവും, മക്കളുണ്ടാവും, മാതാപിതാക്കൾ, സഹോദരങ്ങൾ ഇതെല്ലാം ഉണ്ടെങ്കിലും പക്ഷേ നമ്മൾക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഈ ഭൂമിയിൽ നിന്ന് പോകുന്ന സമയത്ത് എല്ലാവരും തനിച്ചല്ലേ പോകുന്നത്. എല്ലാവരും ഇപ്പം ഒരു ഫ്യൂണറലിൻ്റെ സമയത്ത് ശവപ്പെട്ടി കുഴിയിലോട്ട് എടുത്ത് വെക്കുന്ന സമയത്ത് മക്കളാണെങ്കിലും അവിടെ ഉള്ളവരാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും കൊണ്ടുപോയി കുന്തിരിക്ക് വിട്ട് അതോടുകൂടി ബാക്കി എല്ലാവരും തിരിച്ച് വീട്ടിലോട്ട് പോകും. പക്ഷെ ആരാണ് നിത്യമായി കൂടെ ഉള്ളത്? ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കാറില്ല. എല്ലാവരും എപ്പോഴും കൂടെ ഉണ്ടെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. നിത്യമായി കൂടെയുള്ളവൻ അവനാണ്, എന്നേക്കും കൂടെയുള്ളവൻ അവനാണ്. ഹല്ലേലൂയ. ആ സ്നേഹമാണ് നിത്യമായി നിലനിൽക്കുന്ന സ്നേഹം. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, അതായത് ലൂക്കാസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ ഈശോ പറയുന്നുണ്ട്, ഒരു ആട്ടിടയന് 100 ആടുകൾ ഉണ്ടായിരിക്കും, ഒരെണ്ണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ഒരെണ്ണത്തെ തേടി കടന്നു പോവുകയാണ്. ഈ ഒരെണ്ണം എന്നുള്ളത് നമ്മളാണ്. നിങ്ങളെ എന്നെ കാണണം. നമ്മളൊക്കെ ഇങ്ങനെ ഐസൊലേറ്റഡ് ആയി ലോൺലി ആയി നിൽക്കുന്ന സമയത്ത്, തിരസ്കരിക്കപ്പെട്ടിരിക്കുന്ന സമയത്ത് ഈ വ്യക്തി ഈശോ ഇങ്ങനെ നമ്മുടെ അടുത്തോട്ട് കടന്നു വരുവാണ്. ആ സ്നേഹത്തിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പിന്നെ പലപ്പോഴും നമ്മൾ തകർന്നിരിക്കുന്ന സമയത്ത്, തളർന്നിരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ഈ സ്നേഹത്തെ കൂടുതൽ അനുഭവിക്കാൻ പറ്റുന്നത്. പക്ഷെ അവൻ്റെ ആ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിന്ന് ആ സ്നേഹത്തണലിലായിരിക്കുന്നവനെ ദൈവം ഉയർത്തും, തക്ക സമയത്ത് ഉയർത്തും. അത് പ്രാർത്ഥനാ ജീവിതത്തിൽ ശുശ്രൂഷയിൽ മാത്രമല്ല, നേഴ്സാണെങ്കിൽ, ഡോക്ടറാണെങ്കിൽ, എഞ്ചിനീയർ ആണെങ്കിൽ, ക്രിക്കറ്റ് കളിക്കാരനാണെങ്കിൽ, ഫുട്ബോൾ കളിക്കാരനാണെങ്കിൽ, ഏത് മേഖലയിലാണെങ്കിലും ദൈവം ഉയർത്തും. പണ്ട് ഓസ്ട്രേലിയ വെച്ച് 10-18 വർഷം മുമ്പാണ് ഞാൻ ഇങ്ങനെ ഒരു ബസ് കയറാൻ വേണ്ടി ഒരു സ്ഥലത്തോട്ട് പോകും. അപ്പോൾ ആ ബസ് സ്റ്റോപ്പിൽ ചെന്ന സമയത്ത് ഞാൻ പോകാനുള്ള സ്ഥലത്തേക്ക്, സാലിസ്ബറിലോട്ടാണ് പോകാനുള്ള സ്ഥലത്തോട്ടുള്ള ബസ് വന്നില്ല. അപ്പോൾ അത് വേറെ ബസ് സ്റ്റേഷനിലോട്ട് പോകണം. അപ്പോൾ 1 കിലോമീറ്റർ കൂടെ നടക്കണം. എന്നാൽ നല്ല വെയിലുള്ള, ഓസ്ട്രേലിയ നല്ല ചൂടുള്ള രാജ്യം. നല്ല വെയിലത്ത് നടന്നിങ്ങനെ പോകുന്ന സമയത്ത് എൻ്റെ കയ്യിലാണ് വെള്ളം. അവിടെ അടുത്തൊരു ഷോപ്പൊന്നുമില്ല. ഓസ്ട്രേലിയയിലെ വലിയ രാജ്യമാണ്. ചില സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തോട്ട് നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം വെള്ളമില്ല. ഞാനിങ്ങനെ ദാഹിച്ച് വലഞ്ഞ് വാസ്തവത്തിൽ വേർത്ത് കുളിച്ച് ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു പയ്യൻ എൻ്റെ തൊട്ടപ്പുറത്ത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവൻ എന്നെ ചിരിച്ച് കാണിച്ചു. ഞങ്ങൾ പരസ്പരം പേരെന്താന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ ഇന്ത്യ എന്നാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്ക് രാഹുൽ ദ്രാവിഡിന് ഭയങ്കര ഇഷ്ടമാണ്. രാഹുൽ ദ്രാവിഡിന് ക്രിക്കറ്ററെ ഭയങ്കര ഇഷ്ടമാണ്. ഈശോയിൽ വിശ്വസിക്കുന്ന വ്യക്തിയായിട്ടോ ഈ പയ്യൻ. അവൻ്റെ പപ്പായൊക്കെ മിഷണറി ആയിരുന്നു. അപ്പോൾ എന്നോട് ഇങ്ങനെ രാഹുൽ ദ്രാവിഡിൻ്റെ ഫോട്ടോയൊക്കെ വീട്ടിലുണ്ട്. ഞാൻ എല്ലാ ദിവസവും ദ്രാവിഡിൻ്റെ കളി ഇങ്ങനെ വാച്ച് ചെയ്യും. എന്നിട്ട് ഈശോയോട് പ്രാർത്ഥിക്കും, എനിക്ക് രാഹുൽ ദ്രാവിഡിനെ പോലെ ഒരു കളിക്കാരനാകണം എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങളന്ന് സംസാരിച്ചു. പോകുന്നതിന് മുമ്പ് എനിക്ക് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഒരു പ്രേരണ തോന്നി, ഈ വ്യക്തിയുടെ കരം കോർത്ത് പിടിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ. അപ്പം ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ വ്യക്തി ഇങ്ങനെ വലിയൊരു ട്രോഫി എടുത്ത് നിൽക്കുന്ന ഒരു കാഴ്ച ഈശോ ഇങ്ങനെ കാണിച്ചു തന്നു. അപ്പം ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ വലിയൊരു ട്രോഫി എടുത്ത് ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്ന കർത്താവിനെ കാണിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പെട്ടെന്ന്, അന്ന് ഫോൺ നോക്കിയയുടെ പഴയ ഫോൺ, ഇന്നത്തെ പോലത്തെ ആപ്പിൾ ഫോണുകൾ, ഇങ്ങനത്തെ ഫോണുകളൊന്നുമില്ല. അപ്പം ഇമെയിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇമെയിലൊക്കെ എക്സ്ചേഞ്ച് ചെയ്തു. ഇത് പ്രാർത്ഥന കഴിഞ്ഞ സെക്കൻഡ് തന്നെ വണ്ടി വന്നു, പോകാനുള്ള ബസ് വന്നു. ബസ്സിൽ കയറി ഞാൻ പോന്നു. പിന്നെ വല്ലപ്പോഴൊക്കെ 2013-ലും 2015-ലൊക്കെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഇമെയിൽസ് ഇങ്ങനെ അയക്കുമായിരുന്നു. പിന്നെ കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവൻ ഓസ്ട്രേലിയയിലെ വലിയ ക്രിക്കറ്ററായി നാഷണൽ ക്രിക്കറ്റ് ടീമിലൊക്കെ കയറി. അപ്പം ക്രിക്കറ്റ് ടീമിൽ കയറിയപ്പോൾ ഇവൻ്റെ ഈ പ്രാർത്ഥന ഉപേക്ഷിച്ചില്ല. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിൽ തന്നെ വളരെ 1-2 പേരാണ് നല്ല സ്ട്രോങ് വിശ്വാസിയായിട്ടുള്ളത്. അപ്പോൾ ഇവൻ്റെ ബാറ്റിൽ തന്നെ ഇവർ ഏഷ്യ 40-31 വചനമൊക്കെ എഴുതി ഇവൻ ബാറ്റിങ്ങിന് ഇറങ്ങുന്നതിന് മുൻപ് അതിശക്തമായിട്ടിരുന്ന് പ്രാർത്ഥിച്ചിട്ടായിരുന്നു ആൾ ഇറങ്ങുന്നത്. 2 വർഷം മുമ്പ് ഞാനിങ്ങനെ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന കളിക്കാരൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. ആൾ വിരമിച്ചതിന് ശേഷം ഞാനിങ്ങനെ ഫുൾ ഓൺ ക്രിക്കറ്റ് ഒന്നും കാണാറില്ല. ആളുണ്ടായിരുന്ന സമയത്ത് പണ്ടൊക്കെ ക്രിക്കറ്റ് കാണുമായിരുന്നു. പക്ഷേ ഈ 2 വർഷം മുമ്പ് ഇന്ത്യ വേൾഡ് കപ്പ് 50 ഓവർ വേൾഡ് കപ്പ് 20 ഓവർ അല്ല 50 ഓവർ വേൾഡ് കപ്പിൽ ഇന്ത്യ വെച്ച് നടക്കണം. ഇന്ത്യ ഓസ്ട്രേലിയ ഫൈനൽ വന്നു. അപ്പം ഇയാൾ ഓസ്ട്രേലിയൻ ടീമിലുണ്ടെന്ന് അറിയാം. എനിക്ക് അന്ന് കളിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയാൻ മേലായിരുന്നു. അപ്പം ആ കളി എങ്ങനെയോ എൻ്റെ ഉള്ളിൽ, ഞാനങ്ങനെ ക്രിക്കറ്റ് കാണാൻ എനിക്ക് വലിയ താല്പര്യമുള്ള ആളല്ല. പക്ഷെ അന്ന് എങ്ങനെ എന്തോ ഒരു പ്രേരണ, ഇന്ന് ക്രിക്കറ്റ് കളി കണ്ടേക്കാം എന്നൊരു പ്രേരണ കേട്ടിട്ട് TV ഞാൻ ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുക. അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യ നല്ലൊരു ടോട്ടൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഓസ്ട്രേലിയയുടെ 2 വിക്കറ്റ് തുടക്കത്തിൽ തന്നെ പോയി. ഓസ്ട്രേലിയ തോക്കും എന്നുള്ള ഒരു കാര്യം ഏകദേശം ഉറപ്പായി നിൽക്കുന്നൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ആ സമയത്ത് ഞാനും പ്രാർത്ഥിക്കുകയാണ്, ഇന്ത്യ ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് നമ്മുടെ രാജ്യം ജയിക്കേണ്ട ആ ഒരു ആഗ്രഹത്തിൽ ഞാനിന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് മൂന്നാമതായിട്ട് ബാറ്റിങ്ങിന് ഇറങ്ങുന്ന ഈ പയ്യനാണ്. 10-18 വർഷം മുമ്പ് അന്ന് കണ്ട് പ്രാർത്ഥിച്ച് അവൻ ബാറ്റിങ്ങിന് ഇറങ്ങുവാണ്. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ഇയാൾ ബാറ്റിങ്ങിന് ഇറങ്ങുന്ന സമയത്ത് എനിക്കറിയാം, ഇവൻ പറഞ്ഞിട്ടുണ്ട്, ഇവൻ ഈ ബാറ്റിങ്ങിന് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് പ്രാർത്ഥിക്കും.
പ്രാർത്ഥിക്കുകയും അങ്ങനെ വചനം വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ബാറ്റിങ്ങിന് ഇറങ്ങുന്നത്. പക്ഷെ അന്ന് ഇന്ത്യയിലുള്ള നമ്മുടെ സ്റ്റേഡിയത്തിൽ ഇരുന്ന എല്ലാ മനുഷ്യരും ഇവനെ ഇങ്ങനെ കളിയാക്കി കൂകി വിളിച്ചു, ഇൻക്ലൂഡിങ് നമ്മുടെ സീനിയർ പ്ലെയേഴ്സ് അടക്കം. വിരാട് കോഹ്ലിയൊക്കെ തെറി വിളിച്ചുകൊണ്ടാണ് ഇവനെ ഈ ബാറ്റിങ്ങിന് ഇവൻ കയറുന്ന സമയത്ത് നമ്മൾ ലൈവായിട്ട് കണ്ടതാണ്. അപ്പം ആ സമയത്ത് ഇയാൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ബാറ്റിംഗ് ചെയ്യാൻ വേണ്ടി വരുവാണ്. പക്ഷേ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഈശോ പറഞ്ഞു, ദിസ് ഈസ് ദാറ്റ് ഡേ, ഇന്നാണ് ആ ദിവസം. അപ്പം ഞാൻ പോലും അന്ന് ഈശോ എനിക്ക് ഈ വിഷയം തന്ന 18 വർഷം മുമ്പ് തന്ന വിഷയം പോലും ഞാൻ മറന്നുപോയി. പക്ഷെ ആ വിഷയം കർത്താവ് എന്നെ തിരികെ ഓർമ്മിപ്പിച്ചിട്ട് പറഞ്ഞു, ടുഡേ ഈസ് ദാറ്റ് ഡേ. ഞാൻ TV ഓഫ് ചെയ്തു. എനിക്കറിയാമായിരുന്നു അന്ന് ഇന്ത്യ തോറ്റുപോകും. കാരണം അത് ആ വ്യക്തി ഈ ഈ ഈ ഈ പയ്യൻ്റെ മേൽ അവൻ വർഷങ്ങളായിട്ട് ഇവൻ കടന്നുപോയ ഒരു ചരിത്രമുണ്ട് കർത്താവുമായിട്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സഞ്ജു സാംസന്റെ ഒരു ഗെയിം അല്ലേ, വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള ഒരു കളി, ആ കളിയിൽ ഈശോയുടെ വലിയൊരു മഹത്വം ആ മകൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ഒരു സെമി ഫൈനലോ അത് വിട്, അതിന് മുമ്പുള്ള ആ ഒരു ഗെയിമിനകത്ത് എക്സ്പെഷ്യലി ദ പ്രസൻസ് ഓഫ് ജീസസ് വാസ് വിത്ത് ഹിം ഇൻ ദാറ്റ് ഗെയിം വെരി പവർഫുള്ളി. അപ്പം ഇവിടെ ദൈവത്തിന് രാജ്യമെന്നോ അല്ലെങ്കിൽ ഇന്ന കൺട്രി എന്നോ ഇതിനേക്കാൾ ഉപരിയായിട്ട് ഒറ്റപ്പെടുന്നവൻ്റെ കൂടെ വന്ന് നിൽക്കുന്നവനാണ് കർത്താവ്. ഓസ്ട്രേലിയയിലുള്ള ക്രിക്കറ്റ് പ്ലെയറിൻ്റെ, എനിക്ക് പരിചയമുള്ള ആ വ്യക്തിയുടെ ആ മകൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഒറ്റപ്പെടൽ, അവൻ ടീമിൽ വന്നപ്പം പ്രാർത്ഥിക്കുന്നവനാണെന്നുള്ള ഒരൊറ്റ കാരണത്തിൽ മാറ്റി നിർത്തിപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് അവഗണനയിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഒരു സമയം വന്നപ്പോൾ ദൈവം അവൻ്റെ കൂടെ ഇറങ്ങി വന്നിരിക്കുകയാണ്. അന്നത്തെ ആ ഗെയിമിൽ അവനെ മാത്രം ഇന്ത്യക്കാർക്ക് ഔട്ടാക്കാൻ, നമുക്ക് ഔട്ടാക്കാൻ പറ്റിയില്ല. ഓസ്ട്രേലിയ വോൺ ദ വേൾഡ് കപ്പ്. അതിൻ്റെ കാരണം ദർ വാസ് എ പവർ ദാറ്റ് വാസ് ഗൈഡിങ് ഹിം. കഴിഞ്ഞ ദിവസം സഞ്ജു സാംസന്റെ കൂടെ ആ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിൻ ആ ഒരു ഗെയിമിനകത്ത് ദാറ്റ് പവർ വാസ് വെരി എവിഡൻറ്റ്. ആ പവർ എന്നുള്ളത് നമ്മളിങ്ങനെ ഇത് ഒരിക്കലും ചിന്തിക്കരുത് ഒരു മതത്തിൻ്റെ പവർ, അല്ലെങ്കിൽ ചിലർ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ക്രിസ്ത്യാനികളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ് യേശുവിൻ്റെ ഒക്കെ ഫോട്ടോ ഒക്കെ വെച്ച് ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി റോങ് ആയിട്ടുള്ള പിക്ചറാണ് കൊടുക്കുന്നത്. കാരണം അത് അല്ല അവിടെ നടന്ന സംഭവം. യഥാർത്ഥത്തിൽ തകർന്ന മനുഷ്യർ, അത് നിങ്ങളും ഞാനും, ഒറ്റപ്പെട്ട മനുഷ്യർ, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യർ, ആ വ്യക്തികളുടെ കൂടെ അവൻ ഏത് ജാതി മതമാണെങ്കിലും അവൻ്റെ അരികിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. യേശു ക്രിസ്ത്യാനികളെ ദൈവമാതി വിഭാഗീയതയിലോട്ട് പോയത് ഒരു നിരാശാജനകമായ കാര്യം. കാരണം അവൻ ഹീസ് എ സേവിയർ ഓഫ് ദ ഹോൾ വേൾഡ്. തകർന്നിരിക്കുന്ന ഏത് വ്യക്തിക്ക് അരികിലേക്കും യേശുവിൻ്റെ സാന്നിധ്യം കടന്നു വരും. ഹല്ലേലൂയ. പിന്നെ യേശുവിൻ്റെ കൂടെയുള്ള ഒരു സമയം, ഒരു യാത്രയുണ്ട്. ആ യാത്രയിൽ അവഗണനകളും നിന്ദനങ്ങളും പരിഹാസങ്ങളും ഒക്കെ അതിലൂടെ കയറി ഇറങ്ങി പോകുമ്പോൾ കർത്താവിനോട് ചേർന്ന് പോകുന്ന സമയത്ത് ചില സമയങ്ങളിൽ യു വിൽ ഫീൽ ഹിസ് ഗ്ലോറി, കർത്താവിൻ്റെ ഗ്ലോറി അങ്ങ് മാനിഫെസ്റ്റ് ചെയ്യും. ആ ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിന്റെ ഉയർച്ച തടയാൻ ഒന്നിനും പറ്റത്തില്ല. അതിനകത്ത് കർത്താവിൻ്റെ ഒരു സിഗ്നേച്ചർ കർത്താവ് ഇടും. കർത്താവ് ഇടുന്ന സിഗ്നേച്ചറാണ്. ചിലപ്പോൾ അത് ആരും പ്രതീക്ഷിക്കാവുന്ന സമയത്തായിരിക്കത്തില്ല. ലോകത്തിലുള്ള എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു സമയമുണ്ട്, ആ സമയത്തായിരിക്കത്തില്ല. ഒരു മനുഷ്യനും പ്രതീക്ഷയില്ലാത്ത സമയത്ത് കർത്താവിൻ്റെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. കർത്താവിൻ്റെ ഒരു ഫ്ലിപ്പിംഗ്, എവരിത്തിങ് ഹി ടേൺസ് വാട്ടർ ഇൻ ടു വൈൻ. എല്ലാവരും വെള്ളം വീഞ്ഞാക്കുമെന്നുള്ള പ്രതീക്ഷയില്ല. വീഞ്ഞ് തീർന്നു പോയി. ആ കുടുംബം വലിയൊരു നിരാശയിലൂടെ കടന്നു പോവുകയാണ്. എല്ലാം തീർന്നു. ഇനി ആ ഫാമിലി, അതായത് വീഞ്ഞ് ഒരു കല്യാണത്തിന് തീർന്നു പോയെന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിൽ ഒരു ശാപം ഉണ്ടെന്ന് അന്നത്തെ കാലത്തുള്ള ആൾക്കാർ വിശ്വസിച്ചിരുന്നു. എന്നാൽ ആ സ്ഥലത്ത് യേശു ഉണ്ടായിരുന്നു. അവരുടെ ആ ശാപം വരുന്ന അവസ്ഥയിൽ നിന്ന് അവരെ അനുഗ്രഹ നിറവിലേക്ക് യേശു ടേൺ അറൗണ്ട് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇന്ന് യേശുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആദ്യമേ ലഭിക്കുന്നതെന്നറിയോ? വലിയൊരു സമാധാനമാണ്. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സമാധാനം, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സ്വസ്ഥത, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ആനന്ദം, പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷം. അത് എന്നാ പറയുന്നത്, ബാഹ്യമായി വരുന്നൊരു സന്തോഷമല്ല. അതുകൊണ്ട് അപ്പോസ്തലൻ പറയും, നിങ്ങൾ വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിങ്ങൾ നിറയുവിൻ. ഈ അഭിഷേകത്തിൽ നിറഞ്ഞു കഴിഞ്ഞുകൊണ്ടല്ലോ, നിങ്ങൾ ഇപ്പോൾ ഒരു കാത്തലിക്കാ ഓർത്തഡോക്സാ, നമ്മൾ യേശുവിനെ ആരാധിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും യു ക്യാൻ എക്സ്പെക്ട് മിറക്കിൾ. ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കുമ്പോൾ മിറക്കിൾസ് വിൽ ഹാപ്പൻ ഇൻ യുവർ ബോഡി. ഹല്ലേലൂയ. നമ്മൾ ഈ പുതിയ നിയമത്തിൽ വിഗ്രഹാരാധന എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ എന്താണെന്നറിയോ? പുതിയ നിയമത്തിൽ പറയുന്ന വിഗ്രഹാരാധന, അന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യരിങ്ങനെ, യേശുവിൻ്റെ കാലഘട്ടത്തിൽ ജൂതന്മാർ ലോകവ്യാപകമായിട്ട് ഈവിൾ പ്രാക്ടീസസ് ഉണ്ടായിരുന്നു. അതായത് ഈ ചില ദുർശക്തികൾക്ക് ബലി കഴിപ്പിക്കും, മൃഗങ്ങളെയും കുഞ്ഞുങ്ങളെയും, നരബലികൾ, അതുപോലെ തന്നെ മൃഗബലികളൊക്കെ നടത്തി കാര്യസാധ്യത്തിന് വേണ്ടി ചില ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ചില രൂപങ്ങൾ, ഈ ആടിൻ്റെ തലയും മനുഷ്യൻ്റെ ശരീരമൊക്കെ എന്താണ്, അങ്ങനത്തെ രൂപങ്ങളൊക്കെയുള്ള സാത്താനികമായിട്ടുള്ള ആരാധനകളെല്ലാം നിലനിന്നിരുന്ന സമയത്ത് യേശു അത്തരത്തിൽ പ്രാക്ടീസ് നടന്നുകൊണ്ടിരുന്ന സ്ഥലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട്
അവരുടെ നടുവിൽ അങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരോട് പറഞ്ഞു, സാത്താൻ വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ്, നിങ്ങളെ കവരാൻ വേണ്ടിയാണ്. എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ നൽകാനാണ്, നിങ്ങൾക്ക് സമൃദ്ധമായി ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് അതിന് കാശ് കൊടുക്കാൻ ഒന്നും വേണ്ട, കർത്താവിൽ നിന്ന് വരുന്ന ജീവനാണ്. ഇന്ന് വിശ്വസിക്കുന്ന സമയത്ത് യേശുവിന്റെ കാൽവരി മലമുകളിലെ പരിഹാര ബലിയിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ആ കൃപ, ആ അഭിഷേകം, ആ പവർ, ഇറ്റ് വിൽ സെറ്റ് യു ഫ്രീ ഫ്രം ഓൾ ദ ക്ലച്ചസ്. എല്ലാ തടസ്സങ്ങളിൽ നിന്നും, എല്ലാ ബന്ധനങ്ങളിൽ നിന്നും യേശുവിന്റെ കൃപയുടെ അഭിഷേകം നമ്മളെ പുറത്തു കൊണ്ടുവരും. ഒരു നിമിഷം ഈ സ്ക്രീനിനോടൊന്ന് കരം നീട്ടിക്കുക. നമുക്ക് ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കും. യേശുവേ, ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ലോർഡ്, വി എക്സ്പെക്ട് മിറക്കിൾസ്. ഞങ്ങൾ അത്ഭുതങ്ങൾ ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. യേശുവേ, അവിടുന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ ഐക്യമത്യപ്പെട്ട് 2 പേര് എൻ്റെ നാമത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ നടന്നിരിക്കും. യേശുവേ, ഞങ്ങളുടെ യോഗ്യത എന്നുള്ളത് ഞങ്ങളുടെ ഒരു മിടുക്കുമല്ല, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ പോലും ഞങ്ങൾ ആശ്രയിക്കുന്നില്ല. ഞങ്ങൾ ആശ്രയിക്കുന്നത് യേശുവിൻ്റെ ക്രൂശിലെ നീതിപൂർവകമായ പ്രവൃത്തിയിലാണ്, അവിടുത്തെ പരിഹാര ബലിയിലാണ്, യേശുവിൻ്റെ കുർബാനയിലാണ്, പരിഹാര ബലിയിലാണ്. അതിലാശ്രയിച്ച് ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ദൈവത്തിൻ്റെ കൃപ ഒഴുകി ഇറങ്ങുന്നതിനായി നന്ദി പറയുന്നു. വലിയ അനോയിറ്റിംഗ് ഇന്ന് ഞങ്ങളിലേക്ക് കടന്നു വരുന്നതിനായി നന്ദി പറയുന്നു. വലിയൊരു ഫുൾനെസ് ഓഫ് ജോയ്, പരിശുദ്ധാത്മാവിൽ നിന്നുള്ളൊരു ജോയ്, യേശുവിൻ്റെ പൂർണ്ണതയിൽ നിന്ന് കൃപയ്ക്കുമേൽ കൃപ എന്ന് ഞങ്ങൾ നിറയപ്പെടുന്നതിനായി നന്ദി പറയും. അനേക രോഗികളെ യേശു ഈ നിമിഷം സൗഖ്യമാക്കും. നിങ്ങളുടെ ആദ്യ സൗഖ്യം നടക്കുന്നത് നിങ്ങളുടെ ആത്മാവിലാണ്. ഇൻ യുവർ സോൾ യു വിൽ റിസീവ് ഹീലിംഗ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ഉള്ളിൽ നിറയപ്പെടുമ്പോഴല്ലോ അതിൻ്റെ വലിയൊരു സൈനാണ്. നമ്മളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാൻ ഇങ്ങനെ ഹോളി സ്പിരിറ്റ് നമുക്ക് ഭയങ്കരമായിട്ടൊരു പ്രേരണ തരും. അത് കിട്ടിയിട്ടുണ്ടോ, നിങ്ങൾ ഫ്രീ ആണ്. പരിശുദ്ധാത്മാവ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തി നിറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ സൈൻ എന്നാണെന്നറിയോ? നമ്മുടെ ഉള്ളിൽ നിറയപ്പെട്ട അഭിഷേകം നമ്മളോട് പറയും, ഫൊർഗീവ് ദോസ് പീപ്പിൾ ഹു ഹാവ് ഹേർട്ടഡ് യു. നമ്മളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാനുള്ള ഭയങ്കര ഒരു പവർ നമ്മളിങ്ങനെ വ്യാപരിക്കും. നമ്മളോട് തന്നെ ക്ഷമിക്കുവാൻ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടും. പലപ്പോഴും നമ്മൾ ദൈവത്തോട് മറുതലിക്കാറുണ്ട്, അല്ലേ? ദൈവം എന്തിനാ എന്നെ ഈ അവസ്ഥയിൽ പിടിച്ചിട്ടത്, ഈ കുടുംബത്തിൽ ജനിച്ചത്? ചിലപ്പോഴൊക്കെ ചില ആൾക്കാർ പറയുകയാണെങ്കിൽ വല്ല അമേരിക്കയിലൊക്കെ ജനിച്ചിരുന്നെങ്കിൽ, അമേരിക്ക ജനിച്ചിരുന്നത് എന്താ ബെറ്ററാണെന്ന് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ. നമ്മളെ ഒരു കോണ്ടെക്സ്റ്റിൽ കൊണ്ടുവന്ന ദൈവത്തോട് നമുക്ക് ക്ഷമിക്കുവാൻ, ഈശ്വരനോട്, പിതാവിനോട് നമുക്ക് ക്ഷമിക്കുവാൻ, ഇത് ആത്മാവിൻ്റെ ശക്തി ഉള്ളിൽ വരുമ്പോഴേ ഉള്ളു ലിബറേഷൻ ഉണ്ടാകുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ തലങ്ങളിലെല്ലാം നമുക്ക് ക്ഷമിക്കുവാനുള്ള കൃപ കിട്ടുമ്പോൾ, നമ്മൾ മുഖാന്തരം ആരെങ്കിലും വേദനിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മളോട് ക്ഷമിക്കുവാനും പരിശുദ്ധാത്മാവ് പ്രേരണ കൊടുക്കും. ആ സമയത്താണ് എല്ലാ കേഴ്സും, അവിടെ എല്ലാ ബന്ധനങ്ങളും വഴി ഒരു ബന്ധനത്തിനും പിന്നെ അവിടെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം അത് മുഴുവൻ സംഭവിക്കുന്നത് യേശുവിൻ്റെ ക്രൂശിലെ പരിഹാര ബലിയിലൂടെ ഒഴുകിയിറങ്ങുന്ന കൃപ നമ്മളിലേക്ക് അങ്ങ് തുളച്ചു കയറുമ്പോഴാണ്. ശാപങ്ങളും ബന്ധനങ്ങളും എല്ലാം അഴിഞ്ഞു മാറും. നമ്മുടെ ആത്മാവ് സ്വതന്ത്രമായി, ഫ്രീ ആയി. ആത്മാവ് ഫ്രീ ആയി കഴിഞ്ഞാൽ പിന്നെ ആത്മാവിന് ഒന്നേ ആഗ്രഹമുള്ളൂ, ദൈവത്തിൻ്റെ, ഈശ്വരൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മൾ നിറയപ്പെടണം. ആ അഭിഷേകത്തിനായിട്ട് ആഗ്രഹിച്ച് ആ അഭിഷേകത്തിൽ നമ്മൾ ഓരോ ദിവസവും വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. മുട്ടോളമല്ല, അരയോളമല്ല, നീന്തി തുടിക്കുന്ന ഒരു അഭിഷേകം കർത്താവിനെ വീണ്ടും എടുത്ത് കാണിക്കുന്നു. ചില സഹോദരങ്ങൾ, നിങ്ങൾ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചവരല്ല, പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ വലിയ അഭിഷേകം ഇപ്പോൾ നിറഞ്ഞുകൊണ്ടിരിക്കും. വലിയ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിങ്ങൾ നിറയപ്പെടുകയാണ്. തെറ്റായ ചില ബന്ധങ്ങളിൽ പെട്ടുപോയ ചില വ്യക്തികളെ കർത്താവ് എടുത്തു കാണിക്കുന്നു. തെറ്റായ ബന്ധങ്ങളിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല, നിങ്ങളുടെ ജഡം നിങ്ങളെ സമ്മതിക്കുന്നില്ല. എന്നാൽ ഇന്ന് ആത്മാവിൻ്റെ അഭിഷേകം നിങ്ങൾ നിറയപ്പെടുമ്പോൾ അതിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു പ്രത്യേക കൃപ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് ഈ നിമിഷം പകരുകയാണ്. ഇറ്റ് ഈസ് എ ഗ്രേസ്, ഇറ്റ് ഈസ് എ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ദാറ്റ് വിൽ സെറ്റ് യു ഫ്രീ. ഐ ഹവ് മെറ്റ് സോ മെനി പീപ്പിൾ. എനിക്ക് കഴിഞ്ഞ ഒരു മാസം മുമ്പ് തന്നെ ഒരു ശുശ്രൂഷയിൽ ഒരു വ്യക്തി സൂയിസൈഡല്ല, അവരെ തെറ്റായ ബന്ധത്തിൽ പോയി വീണു. അവർക്ക് ആ ബന്ധത്തിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹമുണ്ട്, അവർക്ക് സ്വന്തം ജീവിത പങ്കാളിയോട് ഫെയ്ത്ത്ഫുൾ ആയിട്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. 1, 2, 3 ബന്ധങ്ങളുള്ള അങ്ങനെ വ്യക്തികളുണ്ട്, അവർക്ക് പറ്റുന്നില്ല. സംതിങ് ഈസ് ബ്ലോക്കിംഗ് ദം. അപ്പം മനുഷ്യന് ആഗ്രഹമുണ്ട്, അവർക്ക് പറ്റുന്നില്ല. മദ്യപാനം പോലെ, ഡ്രഗ് ഇഷ്യൂ പോലത്തെ ഒരു ബലഹീനതയാണ്. എന്നാൽ ഹോളി സ്പിരിറ്റിൻ്റെ പവർ വരുമ്പോൾ ദാറ്റ് പവർ വിൽ ഹെൽപ്പ് യു ടു ഓവർകം ദാറ്റ്. എന്നെ ഒരു മനുഷ്യൻ, ഞാൻ ഇപ്പോഴും പറഞ്ഞു, കാനഡയിൽ നിന്നൊരു വ്യക്തി, 3 മക്കളുണ്ട് ആൾക്ക്. ആൾ കരയും. ഇന്ന് രാത്രി ആൾ മരിക്കും എന്ന് പറഞ്ഞ് അന്ന് വിളിച്ചത്. കാരണം ആൾക്ക് ഹോമോസെക്ഷൽ ആയിട്ടുള്ള റിലേഷൻഷിപ്സാണ്. ആൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ആൾക്ക് അതിന് പുറത്തു പറഞ്ഞു.
ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു, അയാൾ പലതും ട്രൈ ചെയ്ത് ധ്യാനങ്ങളൊക്കെ കൂടാവുന്നൊക്കെ കൂടി 2 ആഴ്ച അയാൾക്കൊരു ഫ്രീഡം കിട്ടും, വീണ്ടും തിരിച്ചു വരും. ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോനോട് പറഞ്ഞു ഈശോയിലൂടെ നീതീകരിക്കപ്പെട്ടവനാണെന്നുള്ള ബോധ്യത്തിൽ ആ ഒരു പ്രഖ്യാപനം നടത്തുക. യേശുവിന്റെ പരിഹാര ബലിയിലൂടെ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ഐ ആം ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ്. ദുഷ്ടാരൂപി ഏറ്റവും കൂടുതൽ പേടിക്കുന്ന പ്രഖ്യാപനം ഏതാണെന്നറിയോ? നിങ്ങൾ ആരാന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ. ഒരു പോലീസുകാരൻ അതിൻ്റെ യൂണിഫോം ഇട്ട് കഴിയുമ്പം അവൻ്റെ ഐഡന്റിറ്റി അതാണല്ലേ. അയാൾ സാധാരണ വസ്ത്രം ധരിച്ചാൽ പുറത്തു കൂടെ ഇറങ്ങി നടക്കുമ്പോൾ ആൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല. എന്നാൽ ആ യൂണിഫോം, ഇതുപോലെ ദൈവം നിനക്ക് തന്നിരിക്കുന്ന യൂണിഫോമാണ്, എനിക്കും നിനക്കും തന്നിരിക്കുന്ന യൂണിഫോമാണ്. വി ആർ ദ റൈച്ചസ് ഓഫ് ഗോഡ്. ദൈവത്താൽ നീതീകരിക്കപ്പെട്ട വ്യക്തി. ഞാനപ്പോൾ അയാളോട് പറഞ്ഞു, ഇങ്ങനെ കൺഫസ് ചെയ്യാൻ പറഞ്ഞു, യേശുവിലൂടെ ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആൾക്ക് വീണ്ടും ബലഹീനത വന്നപ്പോൾ ആളെന്നോട് പറഞ്ഞ സാക്ഷി കേട്ടോ, ബലഹീനതക്കകത്ത് വെച്ച്, അതായത് ആള് പാപം ചെയ്യുന്ന അല്ലെങ്കിൽ അതിനകത്ത് ആ ഒരു കാര്യത്തിലേക്ക് പോയി അവിടെ നിന്ന സമയത്ത് ആള് ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു, ഐ എം ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ്. എത്രമാത്രം തകർന്ന മനുഷ്യൻ ഓർത്തു നോക്കി. പാപം ചെയ്യാൻ വേണ്ടി പോയി നിൽക്കുകയാണ്. എന്നാൽ ഉള്ളിൽ ഒരു ഭാഗം അയാളോട് പറയുന്നുണ്ട്, ദിസ് ഈസ് റോങ്. ആൾ അവിടെ നിന്ന് കൺഫസ് ചെയ്ത്, ഐ ആം ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൽ ഞാൻ നീതീകരിക്കപ്പെട്ടവനാണ്. ജഡം ടേക്ക് ഓവർ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത്, ഇങ്ങനെ പ്രഖ്യാപിച്ച സമയത്ത് ഇയാൾ എന്നോട് പറഞ്ഞു, ഇയാളുടെ ദേഹത്ത് നിന്ന് എന്തോ ഒരു സാധനം ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു. ഒരു ഫോഴ്സിലൊരു സംഭവം വിട്ടുപോയി. ആൾക്ക് ആ സെക്കൻഡ് മുതൽ ഈ ഒരു ഹോമോസെക്ഷൽ അല്ലെങ്കിൽ ഈ ഒരു തെറ്റായ ബന്ധത്തിൽ തുടരാനുള്ള ആ ഒരു സംഭവത്തിൽ നിന്നൊരു ഡെലിവറൻസ് ദൈവം കൊടുക്കുകയാണ്. ആരും തലയെ കൈവച്ചില്ല. ബട്ട് ഹി ഡിക്ലെയർഡ് വൺ തിങ്, ഐ ആം ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിലൂടെ ഞാൻ നീതീകരിക്കപ്പെട്ടവനാണ്. അതൊരു വലിയ പവറാണ്. ഞാൻ പറയുന്നത് ബുദ്ധിയുടെ തലത്തിൽ നമ്മളിങ്ങനെ സൈക്കോളജിക്കലി ഇങ്ങനെ കൗൺസിലിംഗ് രീതി കൂടെയുള്ള പരിപാടി കൂടെയുള്ള മാനുഷിക തലത്തിലുള്ള സംഭവമല്ല. വി ആർ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡിങ് ഓൺ ഹോളി സ്പിരിറ്റ്. വി ആർ ലെറ്റിംഗ് ഹോളി സ്പിരിറ്റ് ഡു എ മിറക്കിൾ ഇൻ അവർ ലൈഫ്. അതുകൊണ്ടാണ് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ വീടിനകത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രവർത്തിച്ച് നിങ്ങൾക്ക് ഡെലിവറൻസ് എടുക്കും. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. വി ഓൾ നീഡ് ദ പ്രസൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇൻ എവറി ഏരിയാസ് ഓഫ് അവർ ലൈഫ്. 2 കൊരിന്ത്യർ 5:20-21. നാം എല്ലാവരും യേശുവിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. യേശു എനിക്ക് വേണ്ടി കാൽവരി മലമുകളിൽ എനിക്ക് വേണ്ടി എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി യേശു ക്രിസ്തുവിലൂടെ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്. ഇത് ദൈവം നീതീകരിച്ചതാണ്. അത് നമ്മൾ പ്രഖ്യാപിക്കണം. റോമ 8:31. ദൈവം നീതീകരിച്ചതിനെ ആര് കുറ്റം ചുമത്തും? ദൈവത്തിന്റെ റൈച്ചസ്നെസ്സിന്റെ ഗാർഡിയൻസ് ആയിരുന്നു മുഖ്യദൂതന്മാർ 3 പേര്. അതായത് ദൈവത്തിന്റെ നീതിയുടെ ഗാർഡിയൻസ് 3 പേരാണ് ബൈബിളിൽ നമ്മൾ മുഖ്യദൂതന്മാരായിട്ട് കാണുന്നത്. 1 മൈക്കിൾ, 2 ഗബ്രിയേൽ, റഫായൽ എന്നൊക്കെ നമ്മൾ പറയാം. പക്ഷേ വാസ്തവത്തിൽ അത് ലൂസിഫർ ആയിരുന്നു. മൈക്കിൾ, ഗബ്രിയേൽ, ലൂസിഫറാണ് പിന്നീട് സൈറ്റനായിട്ട് പോകുന്നത്. അവരുടെ ഫംഗ്ഷൻ റൈച്ചസ്നെസ്സിനെ ഗാർഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ഈ ലൂസിഫർ എന്നുള്ള വ്യക്തി അന്ന് ദൈവം സൃഷ്ടിച്ചപ്പോൾ ഏറ്റവും മനോഹരമായിട്ട്, ഏറ്റവും ഭംഗിയായിട്ട്, ഏറ്റവും ദൈവത്തിന്റെ വലിയൊരു മഹത്വം, ആ ഒരു സാന്നിധ്യം കൂടെയുള്ള വ്യക്തിയായിരുന്നു. ഞാൻ വേറെ രീതിയിൽ പറഞ്ഞ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിന്ന് ഒരു വ്യക്തി അകന്നു പോയി കഴിയുമ്പോഴത്തേക്ക്, നമ്മൾ ജഡത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ, ലൂസിഫർ അകന്നു പോയ പോലെ തന്നെയാണ് നമ്മൾ പോലും അറിയുന്നില്ല. നമ്മളും പേര് ക്രിസ്ത്യാനിയാണ്, ചിലപ്പം പള്ളി ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയായിരിക്കും. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നമ്മൾ മാറി, അല്ലെങ്കിൽ നമ്മുടെ ജഡം നമ്മൾ ഈ ആത്മാവിന്റെ ശക്തിയെക്കാളും ഡോമിനേറ്റ് ചെയ്തു കഴിഞ്ഞാൽ പേരിലും മറ്റ് പല കാര്യത്തിലും ക്രിസ്ത്യാനിയായിരിക്കും, പക്ഷെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ല. ലൂസിഫർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ഇപ്പോഴും പഴയ ആൾ തന്നെയാണ്. പക്ഷെ ആള് പോലും ഇത് സ്പിരിച്വൽ മിസ്റ്ററി, ഇതെല്ലാം ഒന്നും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കേൾക്കുമ്പോൾ അത് മനസ്സിലാകത്തില്ല. എന്നാൽ ദൈവത്തിന്റെ കർത്താവിന്റെ അപ്പസ്തോലൻ പറയുകയാണ്, റോമ 8:31, ദൈവം നീതീകരിച്ചതിനെ ആര് കുറ്റം ചുമത്തും? യേശു എന്തിനാ കുരിശിൽ ബലിയായി തീർന്നത്? ദൈവത്തിൽ നിന്ന് അകന്നു പോയവരെ ഈ കൃപയുടെ അഭിഷേകത്തിലേക്ക് തിരികെ മടക്കിക്കൊണ്ടുവരുവാൻ. നമ്മൾ ചെറുപ്പത്തിലൊക്കെ കഴിച്ച ചില ഭക്ഷണം, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ചില കാര്യങ്ങൾ നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു ഓർമ്മകളൊക്കെ ഇങ്ങനെ വരാറുണ്ട് അല്ലേ? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം റിയൽ ആയിട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, അയ്യോ ഐ ആം ബാക്ക് ഹോം, ഞാൻ തിരിച്ച് വീട്ടിൽ വന്നല്ലോ, ദിസ് ഈസ് മൈ റിയാലിറ്റി. അതുകൊണ്ട് അപ്പസ്തോലനൊക്കെ പറയുന്നത്, ഈ ഭൂമിയിൽ ഇരിക്കുമ്പോഴത്തേക്കും
പൗലോസ് പഠിപ്പിക്കുകയാണ്, എനിക്ക് എങ്ങനെയെങ്കിലും പോയാൽ മതി, കാരണം റിയാലിറ്റി പിടികിട്ടി. ഹോം അതാണ്. ഈ ഭൂമിയിൽ ശരീരത്തിൽ ഇരിക്കുക എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടിയാണ്. ലിമിറ്റഡ് ആയിട്ട് ശരീരത്തിനകത്തിരിക്കുന്നേക്കാളും കർത്താവിനോടൊപ്പം ഇരിക്കണമെന്ന് പൗലോസ് ആഗ്രഹിക്കാൻ കാരണം ഹി എക്സ്പീരിയൻസ്ഡ് ദ റിമാർക്കബിൾ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇന്ന് ആ പൂർണ്ണതയിൽ നിന്ന്, യേശുവിന്റെ പൂർണ്ണതയിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപ നമ്മൾ നിറയപ്പെടട്ടെ. ഒന്ന് കരം നീട്ടിക്ക് ഇങ്ങനെ പറഞ്ഞ് എൻ്റെ കൂടെ ഒന്ന് എഗ്രി ചെയ്ത് പ്രാർത്ഥിച്ച്, യേശുവേ, ഇന്ന് ഈ സഹോദരൻ അനീസഹോദരൻ പറയുന്ന ഈ ഒരു മെസ്സേജിനെ ഞാൻ റിസീവ് ചെയ്യുന്നു. അങ്ങയുടെ പൂർണ്ണതയിൽ നിന്ന് എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങയുടെ കൃപയുടെ മേൽ കൃപ, ആ കൃപയ്ക്കുമേൽ കൃപയെ ഞാൻ സ്വീകരിക്കുന്നു. അവിടുത്തെ പൂർണ്ണതയിൽ നിന്ന്, ഔട്ട് ഓഫ് ഹിസ് ഫുൾനെസ്, അവിടുത്തെ പൂർണ്ണതയിൽ നിന്ന്, യേശുവിൻ്റെ പൂർണ്ണതയിൽ നിന്ന് ഇന്ന് ആ പൂർണ്ണത വെളിപ്പെടുമ്പോൾ തിരിച്ചറിയുക, യു ഹാവ് ബിക്കം ഹിസ് റൈച്ചസ്നെസ്. സ്വർഗത്തിലെ സകല മാലാഖമാരും നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളെ ചുറ്റും നിങ്ങളുടെ കാവലാളായിട്ടാണ് നിൽക്കുന്നത്. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഈശോയുടെ കുരിശിലെ പൂർത്തീകരിച്ച പ്രവൃത്തിയിലൂടെ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്. ഈ നീതീകരിക്കപ്പെട്ടവനോട് ദൈവം ആവശ്യപ്പെടുന്നത് ഓരോ ദിവസവും യേശുവിൻ്റെ പൂർണ്ണതയിൽ നിന്ന് മഹത്വത്തിലേക്ക് ഉയരുക. 2 കൊറിന്ത്യൻസ് 3:18 മുതലുള്ള വാക്യം. കർത്താവ് ആത്മാവാണ്, കർത്താവിൻ്റെ ആത്മാവുള്ള അടുത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഓരോ ദിവസവും നമ്മളെ അവിടുന്ന് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെടുത്തുകയാണ്. ഇന്ന് ആ രൂപാന്തരപ്പെടുന്ന അവസ്ഥ, ട്രാൻസ്ഫോർമേഷൻ അനോയിറ്റിംഗ് ഓരോ വ്യക്തിയിലും നിറയപ്പെടട്ടെ. ട്രാൻസ്ഫോർമേഷൻ അനോയിറ്റിംഗ് ഓരോ സ്ഥലങ്ങളിലും വ്യാപരിക്കട്ടെ. അഭിഷേകം ട്രാൻസ്ഫോം ചെയ്യുന്ന അനോയിറ്റിംഗ്. ഞങ്ങൾ കുറച്ച് മുമ്പ് ഒരു സാക്ഷ്യം പറഞ്ഞു. ഒരു മനുഷ്യൻ ശുശ്രൂഷയിൽ അദ്ദേഹം യാദൃശ്യമായിട്ട് ഓടിക്കയറി വന്നപ്പോൾ അയാളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കടന്നു വന്നു. കാര്യം അയാൾ ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. ആൾക്ക് അതിൽ നിന്ന് ഡെലിവറൻസ് കിട്ടി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇയാളെ പിന്തുടരുന്ന ആൾക്കാർ ഇയാളെ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായില്ല. ആളുടെ ഫേസ് മൊത്തം എൻറ്റയർ സംഭവം മാറിപ്പോയി. കാരണം ഹോളി സ്പിരിറ്റിന് അനോയിറ്റിംഗ് വന്നപ്പോൾ പഴയ ആളെ അല്ല, പുതിയൊരാളായിട്ട് ട്രാൻസ്ഫോം ആയി. ഹല്ലേലൂയ. ഇന്ന് ആ അഭിഷേകം നിങ്ങൾക്ക് വേണ്ടി കടന്നു വരികയാണ്. പണ്ട് ഞാൻ നാട്ടിലൊരു സ്ഥലത്ത്, പള്ളിയിലല്ല, ഒരു പ്രയർ ഗ്രൂപ്പിൽ ഒരു ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് ആ പ്രയർ ഗ്രൂപ്പ് നടക്കുന്നതിന് തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ മദ്യപിച്ചിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആ ശുശ്രൂഷ നടക്കുന്ന സ്ഥലത്തോട്ട് കയറി വന്നിട്ട് ചീത്ത പറഞ്ഞാണ് കയറി വരുന്നത്. അപ്പം നല്ല അഭിഷേകത്തിൽ നിൽക്കുന്ന സമയമാണ്, നല്ല അനോയിറ്റിങ് റിലീസായ സമയമാണ്. ഈ മനുഷ്യൻ കയറി വന്നപ്പോഴേ ഈ മനുഷ്യന് വേണ്ടി തലയെ കൈവച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് ഒരു കൃപ കൊടുത്തു. തലയെ കൈവച്ച് പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ, യേശുവേ ആരാധന. ആ സമയത്ത് എനിക്ക് എന്നെക്കാളും നല്ല അട്ടിപ്പം കഷണ്ടിയാണ്, നല്ല പുള്ളിക്ക് നല്ല വട്ട കഷണ്ടിയായിരുന്നു. ആ കഷണ്ടിയുള്ള മനുഷ്യൻ, മദ്യപിച്ച് കയറി വന്ന മനുഷ്യൻ, ഈ മനുഷ്യൻ ദൈവം ചെയ്ത അത്ഭുതം എന്നാണെന്നറിയോ? കഷണ്ടി മാറാനും നമ്മൾ പ്രാർത്ഥിച്ചില്ല. പക്ഷേ ഈ മനുഷ്യൻ ഒരു 1-2 മാസം കഴിഞ്ഞ് വീണ്ടും ഞാൻ അവിടെ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഈ മനുഷ്യൻ സാക്ഷ്യം പറയാനായിട്ട് വന്നു. ആളുടെ തലയിൽ മുടിയൊക്കെ കിളർത്തു വന്നു. കഷണ്ടിയുള്ള സ്ഥലത്ത് ദൈവം മുടി കിളർപ്പിച്ചു. അപ്പോൾ ഇയാളെന്നോട് പറയും, എൻ്റെ ദൈവമേ, അന്ന് മദ്യപിച്ചിട്ട് ഞാൻ ചീത്ത പറയാൻ വേണ്ടി നിങ്ങളുടെ പ്രയർ മീറ്റിംഗ് വന്നാണ്. അന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നെ തൊട്ടു. ഇന്ന് ഞാൻ കണ്ണാടിയിലോട്ട് നോക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയുവാണ്. കാരണം ദൈവം എന്നെ അനുഗ്രഹിച്ചല്ലോ. ദിസ് ഈസ് ദ ഗുഡ്നസ് ഓഫ് ഗോഡ്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും ലഭിക്കാതിരുന്ന പത്രോസിന്റെ വഞ്ചിയിൽ ഈശോ വചനം പറഞ്ഞു അല്ലേ. പിന്നീട് ആ വഞ്ചി നിറയെ മത്സ്യം കൊടുത്തു. ആ മത്സ്യത്തിന്റെ വലിപ്പം കണ്ടപ്പോൾ അവസാനം പത്രോസ് വന്ന്, ശിമയോൻ വന്ന് ഈശോയുടെ കാൽക്കീഴ് വന്ന് പറയാം, ഞാൻ പാപിയാണേ, ദൂരെ എന്നിൽ ദൂരെ പോകണം. അല്ലെങ്കിൽ ആ ഒരു റിപ്പന്റൻസ് ആൾക്കുണ്ടാവുകയാണ്. യേശുവിന്റെ സ്നേഹം, നിന്നോടുള്ള സ്നേഹം, അതിന്റെ ആ ഡൈമെൻഷൻ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ റിപ്പന്റൻസ് വരുന്നത്. ഗുഡ്നസ് ഓഫ് ദ ലോർഡ് വിൽ ലീഡ് us into repentance. യേശുവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് രാത്രി ഇത്രയും നേരം അങ്ങയുടെ സാന്നിധ്യത്തിൽ അങ്ങയോട് ചേർന്നിരിക്കുവാൻ ഞങ്ങൾക്ക് എന്നെ ഈശോ ഇങ്ങനെ കാണിക്കുന്ന ഒരു കാഴ്ച. ഈശോ ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ ഇങ്ങനെ ചേർത്ത് നിർത്തി, ഇങ്ങനെ ഒരു അപ്പൻ ഇങ്ങനെ മക്കളെ ചേർത്ത് നിർത്തി ഇരുത്തിയ പോലെ ഇങ്ങനെ എല്ലാവരും കൂട്ടിയിരുത്തിയേക്കാണ്. ഓരോരുത്തരും ഈശോ മടിയിലോട്ട് എടുത്തു വെച്ച് കർത്താവ് ഇങ്ങനെ ചുംബിക്കുകയാണ്. ഈസ് ഗിവിങ് യു ഹിസ് ലവ്. യേശുവിൻ്റെ സാന്നിധ്യം ഓരോ ഭവനങ്ങളിൽ നിന്ന് അറിയപ്പെടുന്നു. നമ്മുടെ എല്ലാ വിഷയങ്ങളെയും ഈശോ ഏറ്റെടുക്കുകയാണ്. നമ്മുടെ വേദനകളെ കർത്താവിന് അറിയാം, നമ്മുടെ നൊമ്പരങ്ങളെ കർത്താവിന് അറിയാം. യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, നമ്മുടെ അതിക്രമങ്ങൾക്കും അകൃത്യങ്ങൾക്കും നിമിത്തം അവൻ പീഡനമേറ്റു. നമ്മുടെ വേദനകളാണ് അവിടുന്ന് ചുമന്നത്. യേശുവെ, അങ്ങ് ഞങ്ങളുടെ എല്ലാവരുടെ വേദനകൾ ചുമന്നല്ലോ. ലോകവും മനുഷ്യരും ചുറ്റുമുള്ളവരും നിന്ദിക്കുകയും പരിഹസിക്കുകയും കല്ലെറിയുകയും ചെയ്യുമ്പോൾ യേശുവെ, ഇതെല്ലാം അവിടുന്ന് ഏറ്റെടുക്കുവാണല്ലോ. നിങ്ങൾക്കെതിരെ വരുന്ന ഓരോ ആയുധങ്ങളും യേശു ഏറ്റെടുക്കുകയാണ്.
നിങ്ങൾക്കെതിരെ വരുന്ന ഓരോ ആരോപണങ്ങളും യേശു ഏറ്റെടുക്കുകയാണ്. നിങ്ങൾക്കെതിരെ വരുന്ന ഓരോ നിന്ദനങ്ങളും യേശു ഏറ്റെടുക്കുകയാണ്. നിങ്ങൾക്കെതിരെ വരുന്ന ഓരോ കുറ്റാരോപണങ്ങളും യേശു ഏറ്റെടുത്ത് യേശുവിന്റെ നീതീകരണത്തിലൂടെ, യേശുവിന്റെ കുരിശിലെ പൂർത്തീകരിച്ച പ്രവൃത്തിയിലൂടെ അവിടെ നിങ്ങളെ നീതീകരിക്കുകയാണ്. പലപ്പോഴും അനുഭവിച്ചിട്ടില്ലേ, എത്രയോ സമയങ്ങൾ തലനാരിഴയ്ക്ക് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട് പല കാര്യത്തിനകത്തും. അവിടെ എല്ലാം ക്രൂശിൽ യേശു പൂർത്തീകരിച്ച പ്രവൃത്തിയിലൂടെയുള്ള ആ നീതീകരണത്തിന്റെ ശക്തിയാണ് നമ്മളെ രക്ഷിച്ചത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഒരു മിടുക്കുമല്ല, ഒരു യോഗ്യതയല്ല. ഇന്ന് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് യേശുവിനെ ആരാധിച്ച്, യേശുവെ ഞങ്ങളുടെ ഒരു യോഗ്യത കൊണ്ടുമല്ല, അങ്ങയുടെ കൃപയുടെ ശക്തി കൊണ്ടാണ്. യെസ്, ദാറ്റ് ഗ്രേസ് ഹാസ് പവർ. നിനക്ക് എൻ്റെ കൃപ മതി. യെസ്, മഹിമ ജിബി, യേശുവിന്റെ കൃപ മഹിമ ജിബിയിൽ നിറയപ്പെടുന്നു. ബെറ്റി സിൽവസ്റ്ററിൽ യേശുവിന്റെ കൃപ നിറയപ്പെടുന്നു. മെർലി ഷിബുവിൽ യേശുവിന്റെ കൃപ നിറയപ്പെടുന്നു. And he says, my grace is sufficient for you. Hallelujah. വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, മഹിമാജീവിയെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ആ വീട് മുഴുവൻ നിറയപ്പെടും. സുഗന്ധ സാന്നിധ്യം വെളിപ്പെടും. സുഗന്ധ സാന്നിധ്യം അനുഭവിച്ചിട്ടുണ്ടോ? സുഗന്ധ സാന്നിധ്യം എന്ന് പറയുന്നത് അത് 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വെളിപ്പെടുമ്പോൾ നിറയപ്പെടുന്ന ഒരു അനുഭവമാണ്. ഭയങ്കരമായിട്ട് അത് വ്യാപരിക്കും. സ്പിരിച്വൽ റലം തുറക്കപ്പെടുന്നതാണ്. അതായത് സ്വർഗം എന്നുള്ളത് നമ്മൾ ചിന്തിക്കും സോളാർ സിസ്റ്റത്തിന് വെളിയിലൊന്നുമല്ല, നമ്മുടെ ചുറ്റുമുണ്ട്. അത് യേശു പഠിപ്പിച്ചു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. നമ്മൾ യേശുവിനെ നിർമ്മല സ്നേഹത്തിൽ, നിഷ്കളങ്കതയിൽ ആരാധിക്കുമ്പോൾ ആ സമയങ്ങളിൽ ഈ സ്പിരിച്വൽ റലം ഓപ്പണപ്പ് ആവും. ആ സമയത്ത് ഏഞ്ചൽസ് ഒക്കെ നമ്മുടെ വീട്ടിലോട്ട് ഇങ്ങനെ വരും. ഏഞ്ചലിക് പ്രസൻസ് നമ്മുടെ വീട് മുഴുവൻ നിറയപ്പെടും. സുഗന്ധ സാന്നിധ്യം കൊണ്ട് നിറയപ്പെടും. സുഗന്ധാഭിഷേകം ഇന്ന് ഈ കൂട്ടായ്മയിൽ വെളിപ്പെടുന്നതിനായി നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ സുഗന്ധ അഭിഷേകം ഇന്നത്തെ ഈ പ്രയർ മീറ്റിംഗിൽ നിറയപ്പെടുന്നതിനായി ഞാൻ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ചിലപ്പോൾ ഇന്നൊരു ചലഞ്ചിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടായിരിക്കും. ഈ ചലഞ്ച് നിങ്ങളെ തളർത്താനല്ല. ചിലപ്പോൾ നിങ്ങൾക്കൊരു ബലഹീനതയിൽ നിങ്ങൾ വീണുപോയി കാണും. അത് നിമിത്തം നിങ്ങൾക്കെതിരെ ഇപ്പോൾ ഒരു ആരോപണം, ഒരു ചലഞ്ച് വന്ന് നിൽക്കുമായിരിക്കും. എന്നാൽ ആ ചലഞ്ചിനകത്ത് നിങ്ങൾ തനിച്ചല്ല. ഇതിനകത്തുനിന്ന് നിങ്ങളെ കർത്താവ് പുറത്തു കൊണ്ടുവരും. And he says, my grace is sufficient for you. യേശു ശുശ്രൂഷയ്ക്കായിട്ട് പത്രോസ്ലീഹാനും പൗലോസ്ലീഹാനും ശിഷ്യന്മാരെ അയക്കുമ്പോൾ അവരാരും വലിയ കംപ്ലീറ്റ്ലി മാനുഷികമായി പെർഫെക്റ്റ് ഉള്ള ആൾക്കാരല്ലായിരുന്നു. അവർ ഇംപെർഫെക്റ്റ് ആയിരുന്നു, വിത്ത് എ പെർഫെക്റ്റ് ജീസസ് ഓൺ ദർ സൈഡ്. നമ്മൾ ഇപ്പം ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോഴും നിങ്ങൾ ഓർക്കും ഇതെല്ലാം ഞാനിങ്ങനെ എവിടെ എഴുതുന്ന കാണാപ്പാടം പിടിച്ച് അത് ബുക്കിലൊക്കെ എഴുതിയൊന്നുമല്ല. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ എൻ്റെ ചെവി വന്ന് പറയുന്നുണ്ട്, അടുത്ത ഈ കാര്യം പറയണം, അടുത്ത ഈ കാര്യം പറയണം, അടുത്ത ഈ കാര്യം പറയണം. അത് ചെറിയ വീഡിയോ ആണെങ്കിലും പള്ളി ക്ലാസ്സുകൾ കൊടുക്കുകയാണെങ്കിലും എവിടെയാണെങ്കിലും ഹീ സ്പീക്സ്. ചില സമയത്ത് നമ്മൾ വ്യക്തിപരമായ ജീവിതത്തിൽ ചില കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെ ചില സമയത്ത് കേൾക്കാൻ പറ്റത്തില്ല. ബട്ട് ഹിസ് പ്രസൻസ് ഇസ് വിത്ത് അസ്. ശുശ്രൂഷ ചെയ്യുമ്പോൾ അവൻ സംസാരിക്കും, എനിക്കറിയാം. കഴിഞ്ഞ വെള്ളിയാഴ്ചകളിലൊക്കെ ഒരുപാട് ശുശ്രൂഷ ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ ആഴ്ച മൺഡേ എന്തോ ഒരു അബദ്ധം പറ്റി. ട്യൂസ്ഡേ വെനസ്ഡേ കുറേ ചലഞ്ചസ് ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നമ്മൾ ചിന്തിക്കുക, അതിനകത്ത് ഇങ്ങനെ പെട്ടുകിടന്ന് എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് അറിയാൻ മേലാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കർത്താവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം വഴി നടത്തുമായിരുന്നു. ഓരോ സമയത്തും വഴി നടത്തുമായിരുന്നു. ഇന്ന് അതേ ആത്മാവിൻ്റെ അഭിഷേകം നമ്മളെല്ലാവരും നിറയപ്പെടട്ടെ. ആത്മാവിൻ്റെ ശക്തി നമ്മളെല്ലാവരുടെയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും വ്യാപരിക്കട്ടെ. 2 Corinthians 2:14 വചനത്തിൻ്റെ ശക്തി എപ്പോഴും ഞങ്ങളെ വിജയത്തിലെത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ സൗരഭ്യം ഞങ്ങൾ വഴി പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതി. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവരും. എതിർത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഡിലേ ചെയ്യുന്ന അവസ്ഥകളൊക്കെ മാറും. ഡിലേകൾ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങി മാറട്ടെ. എതിർത്ത് നിൽക്കുന്ന വ്യക്തികൾ അനുകൂലമായി തീരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. അനേകരെ കർത്താവ് നിമിഷം തൊടുന്നു, അനുഗ്രഹിക്കുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും ഓരോ മക്കളുടെ കൂടെ ഇന്നത്തെ ഈ ഒരു ലൈവില് ദൈവനിയോഗപ്രകാരം ജോയിൻ ചെയ്ത ഓരോ മക്കളെയും സ്വർഗം അനുഗ്രഹിക്കുന്നതിനെ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലസ് യു. ഇന്ന് വൈകുന്നേരം ഒരു പ്രയർ മീറ്റിംഗ്, ഒരു ശുശ്രൂഷയുണ്ട്. അതിന് പോകുന്നതിന് മുമ്പ് ഒരു ലൈവ് എടുക്കാൻ ഈശോ ഉള്ളിൽ വലിയൊരു പ്രേരണ തന്നു. അപ്പം എൻ്റെ വൈഫ് എന്ന് പറയാം സമയമായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനും സത്യം പറഞ്ഞാൽ ഇത്രയും സമയം പോയെന്ന് അറിഞ്ഞില്ല. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോടൊപ്പം ഇത്രയും നേരം സമയം ചെലവിടുവാൻ ഈശോ നൽകിയതിനെ നന്ദി പറയുന്നു. പ്രത്യേകം പ്രാർത്ഥിക്കണം. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നടക്കുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. ഈ ദിവസങ്ങളിലൊക്കെ അവർക്ക് വേണ്ടി കുറേ പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു മിഷനാണ്. ബട്ട് നത്തിങ് ഇസ് ഇമ്പോസിബിൾ വിത്ത് ജീസസ്. കാരണം
ചലഞ്ചിങ് എന്ന് പറയാൻ കാരണം വിദേശത്തൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് കുറേ റെസ്ട്രിക്ഷൻ, കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതെല്ലാം ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുവാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കണം. ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രയർ റിക്വസ്റ്റുകളും ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇനിയും കമൻറ്റിൽ ഇടുന്ന പ്രയർ റിക്വസ്റ്റുകൾ പ്രത്യേകമായിട്ട് ഞാൻ കർത്താവിനെ സന്നിധിയിരിക്കുമ്പോൾ ഓർത്ത് പ്രാർത്ഥിച്ചോളാം. ഗോഡ് ബ്ലസ് യു. കീപ്പ് us ഓൾസോ ഇൻ പ്രേയേഴ്സ്. താങ്ക് യു.